بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبنا الله حسبنا الله حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مسيدي سددي ألدي بلا عددي. كن آخذا بيدي خواجة معين الدين. كن آخذا بيدي خواجة معين الدين. كن آخذا بيدي خواجة معين الدين. بسم الله الرحمن الرحيم. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. صلاة الله سلام الله صلاة الله سلام الله على ياسين. വരയ്ക്കൽ വന്നു പോണോരേ ശരിക്കും ഇൽമിനുളിയാണ്. ഇരിക്കും രാത്രി പകലാണ് ലഭിക്കും സ്വരൂപമവരാണ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ്
മദീനത്തെന്ന് പോകും ഞാൻ, മതിയാകാതെ മൂത്തും ഞാൻ, പതിയെ വീണ് കേഴും ഞാൻ, നബിയെ പാപിയാണേ ഞാൻ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂലാക്കട്ടെ. ഇതുപോലെ അവരോടൊപ്പം ജന്നാത്തു നഈമിൽ പാട്ടുപാടാനും ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവ് നിറഞ്ഞ പ്രിയപ്പെട്ട ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള ഗുരുവര്യന്മാർ, പ്രത്യേകിച്ച് എല്ലാവരുടെയും പേര് പറയണം. എങ്കിലും ഞാൻ വന്നപ്പോൾ ഉജ്ജ്വലമായി സമസ്തയുടെ പ്രഭാഷണ മികവിലൂടെ സമസ്തയുടെ വഴിയോരങ്ങളുടെ പഴമയും പുതുമയും ഒക്കെ ഒന്നാണ് എന്ന് വിളിച്ചോതി, കാലഘട്ടം ഏതൊക്കെ രീതിയിലൂടെ പുരോഗതിയുടെ ചിറക് വിളിച്ച് പറന്നുയർന്നാലും അടിസ്ഥാനപരമായി ആത്മീയതയുടെ ഫൗണ്ടേഷൻ സമസ്തയാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രഭാഷകൻ പ്രിയപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആർജവത്തോടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പോരാടാൻ അൽഹംദുലില്ലാ അവർക്കും അവരോടൊപ്പം നമുക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ ശംസുലലുമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് അവിടുത്തെ അനുഭവങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഉസ്താദ് പ്രസംഗിച്ചത് അതിപ്പോഴത്തെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ടവർക്ക് എങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വന്നത് നിങ്ങളാരെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്കിടയിൽ അത് വിശ്വസിക്കാത്ത ആളുകളുണ്ടെന്ന് മൂപ്പർക്ക് നല്ലപോലെ അറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ആ പ്രിയപ്പെട്ട ഗുരുനാഥനും ആഫിയത്തുള്ള ആയുസ് കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമുണ്ട്, അൽബിറിൻ്റെ MD ഉൾപ്പെടെ. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സയ്യിദന്മാർ, ഗുരുനാഥന്മാർ, സാദാത്യങ്ങൾ എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. നല്ല വലിയൊരു മഴയൊക്കെ പെയ്തു, സമയമേറെ വൈകി. ഞാനും യഥാർത്ഥത്തിൽ ഇന്ന് ഒന്ന് കുറച്ച് പറഞ്ഞ് എങ്ങനെ ഒരു ബറക്കത്തെടുത്ത് പോകണമെന്ന് മാത്രം ആഗ്രഹിച്ച് വന്ന ആളാണ്. കുറേ ദിവസമായിട്ട് കുറേ സംവിധാനങ്ങളുടെ പിന്നാലെയുള്ള പകലത്തെ ഓട്ടവും രാത്രിയിലത്തെ ഓട്ടവും ഒക്കെയാണ്. ഒരു പ്രഭാഷകൻ സദസ്സ് തുടങ്ങുമ്പോൾ തനിക്ക് ക്ഷീണമാണെന്ന് പറയാൻ പാടില്ലെന്നാണ്. പക്ഷേ ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ആളപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ മജ്ലിസ് അങ്ങനെയുള്ള സദസ്സായതുകൊണ്ട് നിങ്ങൾക്കും അതിനെക്കുറിച്ചൊരു ആശങ്കയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിൻ്റെ ഒരു വലിയ പ്രഭ ഈ മജ്ലിസിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തെളിച്ചു തരുമാറാകട്ടെ. സ്വാലിഹീങ്ങളിൽ നമ്മളുണ്ടോ എന്നതാണ് ഇന്നത്തെ വിഷയം തന്നെ പ്രശ്നമാണ് മൊത്തത്തിൽ. സ്വാലിഹീങ്ങളിൽ നമ്മളുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും തൊപ്പിയും തലക്കെട്ടൊക്കെ കെട്ടി നമ്മളെ നോക്കിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നു? ഈ മഖാമിൻ്റെ തിരുമുറ്റത്ത് ഇത്ര വിശാലമായ ഉറൂസിന് വന്നിരുന്നിട്ട് എങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കരുത്. തിരുവനന്തപുരത്തെ എൻ്റെ മണിമുത്ത് ഹസൻ സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. അള്ളാഹു അത് ഇങ്ങനെയുള്ള പരിപാടിയിൽ എവിടെ നോക്കിയാലും കാണും, ഇവിടെയും കാണും അവിടെയും കാണും. ഒറ്റ ശരീരം ഒരു മനസ്സേ ഉള്ളൂ, എന്നാലും അവിടെയും കാണും ഇവിടെയും കാണും. ഞാൻ മെനിങ്ങാന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രാർത്ഥനാ ദിനമായിരുന്നല്ലോ. കണിയാപുരം നൂറുൽ ഹിക്മയിൽ ദുആ ചെയ്തിട്ട് ഞാൻ പിന്നെ വേഗം എയർപോർട്ടിലേക്ക് പോയി. കണ്ണൂർ പരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അള്ളാഹു മഹാന്മാരുടെ പൊരുത്തം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഈ മഹാനുഭാവൻ്റെ കാൽച്ചുവട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് വാത് കേൾക്കുന്നത് ഇതൊരു വലിയ സുഖമുള്ള പരിപാടിയാണ്, ചെറിയ പരിപാടിയൊന്നുമല്ല. അത് എത്ര ദൂരം യാത്ര ചെയ്ത് വന്നാലും അതൊരു ആസ്വാദനമാണ്. എപ്പോൾ വരയ്ക്കൽ മഖാമിലേക്ക് വാതിന് വിളിച്ചാലും 10 ദിവസമാണോ 7 ദിവസമാണോ 8 ദിവസമാണോ അതിനിടയിൽ എവിടെയെങ്കിലും ഒരു പരിപാടി, ഇത് പറഞ്ഞാൽ ഏത് സദസ്സിൻ്റെ പരിപാടിയും ക്യാൻസൽ ചെയ്യാം. സംഘാടകർ അങ്ങനെ ഉസ്താദേ ഞങ്ങൾ വരയ്ക്കാൻ പോകല്ലേ ഇവിടെ തന്നെ വരണമെന്ന് ഒരു സംഘാടകരും പറയൂല. വരയ്ക്കൽ മഖാമിൽ ഉറൂസിന് പ്രാവശ്യം ഈ ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങളുടെ പരിപാടി ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പോലും അദബ് കേടാവും എന്ന് ഭയന്നിട്ടാണ് ആ പാവപ്പെട്ട സംഘാടകർ പോലും അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടുത്തെ മഹത്വങ്ങൾ ഒരു ഗുരുനാഥന്മാരും പറഞ്ഞു കൊടുക്കാതെ, ഒരു സമസ്തയുടെ സമ്മേളനത്തിലും കേൾക്കാതെ എത്രയോ പാവങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര്, ഈ മഹാനുഭാവൻ്റെ പേര് പറയുമ്പോൾ തന്നെ നെഞ്ചിടിപ്പോടെ ആസ്വദിച്ചിരിക്കുന്ന എത്രയോ ആഷിഖീങ്ങൾ, എത്രയോ മുഹിബ്ബീങ്ങൾ, സമസ്തയുടെ പ്രവർത്തകരല്ലാതിട്ട് പോലും അതിനുവേണ്ടി വോളണ്ടിയർ ആവാതെ അതിൻ്റെ ഒരു പരിപാടിക്കും വരാതെ പോലും എത്രയോ ആളുകൾ എത്രയോ ദൂരസ്ഥലത്തിരുന്ന് പോലും ഈ മഹാനുഭാവൻ്റെ ചരിത്രത്തെ നെഞ്ചോടേറ്റു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാര്യങ്ങൾ അടുത്തറിയുവാനും അവിടുത്തെ അടുപ്പം നേടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗത്തിലെ 8 കവാടങ്ങളും ഒരു മനുഷ്യന് തുറന്നു കൊടുക്കുന്ന ഒരു ദുആ ഉണ്ട്. അവന് സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാം, ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നു പോകാം. അതിനവൻ അവകാശം കൊടുക്കും അള്ളാഹു. അങ്ങനെ ഒരു ദുആ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ ദുആയെക്കുറിച്ച് ഹദീസിൽ വന്നത് വുളൂവിന് ശേഷമുള്ള ദുആ എന്നാണ്. വുളൂവിന് ശേഷമുള്ള ദുആ. വുളൂവിന് ശേഷമുള്ള ദുആ കാണാതെ അറിയാമെന്നുള്ളൊരു കൈവെക്കാനൊന്നും പറയുന്നില്ല. കാരണം അറിവിൻ്റെ വിസ്ഫോടനം തീർത്ത മഹാവിസ്മയത്തിന് മുന്നിൽ വന്നിരുന്ന് നാം അദബകേട് കാണിക്കേണ്ട. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു മോശമാവുമല്ലോ. കാരണം വളരെ ചെറിയ കുട്ടികൾ പോലും നിരന്തരമായി മദ്രസകളിൽ പഠിച്ച് മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ചെയ്തു വരുന്ന ഒരു ദുആയാണ് വുളൂവിന് ശേഷമുള്ള ദുആ. വുളൂവിന് ശേഷമുള്ള ദുആ മുടങ്ങാതെ ചെയ്താൽ, വുളൂവിന് ശേഷം 2 കൈയും ഖിബ്ലയുടെ നേരെ ആകാശത്തിലേക്ക് ഉയർത്തി ഷഹാദത്ത് കലിമ പറഞ്ഞ് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അങ്ങനെ തുടങ്ങിയ ആ ദുആ കൃത്യമായി ചൊല്ലുന്ന ഒരാൾക്ക്, ആ ദുആ മുടക്കാത്ത ഒരാൾക്ക്, ആ ദുആ ഒഴിവാക്കാത്ത ഒരാൾക്ക് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ നിനക്ക് കടന്നു പോകാം എന്ന് നാളെ പരലോകത്ത് അനുവാദം കൊടുക്കുമെന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? ആ ദുആഇൻ്റെ അർത്ഥം തന്നെയാണ് അതിൻ്റെ കാരണം. നിരന്തരം ഒരു മനുഷ്യൻ ഇങ്ങനെ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞ് ഉളുവെടുത്തതിന് ശേഷം കരമുയർത്തിയിട്ട് ഈ പ്രാർത്ഥനകൾ അല്ലാഹുവിനോട് കരമുയർത്തിയിട്ട് ചോദിച്ചാൽ, ഉളുവോടുകൂടി ചോദിക്കുന്നതാണ്, നിരന്തരം ചോദിക്കുന്നതാണ്, ഒരു ദിവസം അല്ലാഹു അത് കബൂലാക്കും. അങ്ങനെ കബൂലാക്കുമ്പോൾ ഈ ചോദിച്ച കാര്യങ്ങളൊക്കെ അവന് കിട്ടും. അതാണല്ലോ കബൂൽ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്ത കാര്യം നേടിയെടുക്കലാണ്. അങ്ങനെ നിരന്തരം ചോദിച്ച ഒരു കാര്യം അവൻ അല്ലാഹു കൊടുക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വജഅൽനീ മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുവേ, ഒലുവെടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന എന്നെ അല്ലാഹുവേ നിന്റെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ അടിമകളിൽ ചേർക്കണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ രാജാവായി ഈ പവിത്രമായ മുറ്റത്ത് കിടന്നുറങ്ങുന്ന ബഹുമാന്യരുടെ തിരുഹദറത്തിലിരുന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ സ്വാലിഹീങ്ങളായ നിന്റെ അടിമകളിൽ പെടുത്തണേ എന്ന് നിസ്കാരം കഴിഞ്ഞ് ഞാനും നിങ്ങൾ ഒളു വെടിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ആ ദുആ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു പരിശോധന ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നടത്തണം. ഒരു പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തണം. അല്ലാഹുവേ, യഥാർത്ഥ സ്വാലിഹീങ്ങൾ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ? അതല്ല ഈ രൂപവും ഭാവവും മാത്രമാണോ? ഈ രൂപവും ഭാവവും മാത്രമാണോ എന്ന് മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോ കാണുന്നവരൊക്കെ കരയുന്നു. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ പറയാണ്, ഉസ്താദെ, ഇവിടെ വന്നിട്ട് കരയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൽബ് കല്ലിനേക്കാൾ കടുത്തതായി പോയില്ലേ? നമ്മൾ ഇത്രയും പ്രസംഗിച്ച് പാട്ടുപാടി തലയെക്കെട്ട് കമീസൊക്കെ ഇട്ട് വന്നിട്ട് സാധാരണ ആൾക്കാർ മദീനയുടെ മുറ്റത്തെത്തുമ്പോൾ തന്നെ വിതുമ്പി പൊട്ടി തേങ്ങി കരഞ്ഞ് എല്ലാ രാജ്യക്കാരും അങ്ങനെ. നമ്മളങ്ങനെ നമ്മുടെ ഗമയും ഗർവും ഒക്കെ കാണിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് കരയാൻ പറ്റുന്നില്ലല്ലോ. രൂപം ഭാവമില്ല മികച്ചതല്ലോ, രോഗാണുക്കളെല്ലാം അകമീലല്ലോ. രൂപവും ഭാവവും എല്ലാം മികച്ചതാണ്, ഒന്നിനൊരു പ്രശ്നമില്ല. രോഗാണുക്കളൊക്കെ നമ്മുടെ ഉള്ളിലാണ്, പുറത്ത് കാണിക്കാതെ മൂടി പൊതിഞ്ഞ് അത്രയൊക്കെ പുരട്ടി തേച്ച് പശയൊക്കെ മുക്കി വൃത്തിയായിട്ട് ഇങ്ങനെ നടക്കുന്നു. അല്ലാഹുവേ, ആ സംഘത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ആ രൂപഭാവം മാത്രമുള്ളവരെ തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വലാഹിയത്തിന്റെ എല്ലാ അടയാളങ്ങളും ഹൃദയാന്തരത്തിൽ കത്തിത്തെളിയുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയണമെങ്കിൽ 6 കവാടങ്ങൾ അയാൾ തുറക്കണം, 6 കവാടങ്ങൾ അയാൾ അടയ്ക്കണം എന്നാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാൾ സ്വാലിഹായ മനുഷ്യൻ ആകണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ചാരത്ത് വന്നിരുന്നിട്ട് നമ്മൾ പുറത്തങ്ങോട്ട് പോയി മറ്റേ സാധനം കയ്യിൽ വെച്ചിട്ട് ഇപ്രാവശ്യത്തെ ശംസുൽമയുടെ ഉറൂസ്
സൂപ്പറായിരുന്നു എന്ന് പറയാൻ ചുണ്ടിൻ്റെ അടിയിൽ മറ്റേ സാധനം വെച്ചുകൊണ്ട് പറയുന്നവർക്ക് ഇവിടുന്ന് ദുനിയാവിലും അടി കിട്ടും, ആഖിറത്തിലും അടി കിട്ടും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇൽമിൻ്റെ ഏറ്റവും വലിയ രാജാവാണ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ. അത്രയും ഇൽമുള്ള ഒരു സഹാബി ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ ഹൗദുൽ കൗസറിൻ്റെ ഭാഗത്ത് നിൻ്റെ കയ്യിൽ ഞാനൊരു വടി തരും, മുനാഫിഖീങ്ങളെ അടിക്കാനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അർത്ഥം അറിവിൻ്റെ രാജാക്കന്മാരുടെ കയ്യിലൊക്കെ ആ വടി ഉണ്ടാവും, ദുനിയാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും. ദുനിയാവിൽ ശംസുല്ലമയുടെ അടി കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്, ഉറക്കത്തിൽ അടി കിട്ടിയവരുണ്ട്, രാവിലെ എഴുന്നേറ്റിട്ട് അടിയുടെ അടയാളം കണ്ടുപിടിച്ചവരുണ്ട്. ഇപ്പം അതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും അങ്ങനെയൊക്കെ സംഭവിക്കുക. കാരണം എന്താ? വരയ്ക്കൽ സാധാരണ വരയ്ക്കലാണെന്നും മക്കാമ് സാധാരണ ഒരു മക്കാമാണെന്നും അറിയേണ്ട രീതിയിൽ അറിയാതെ ജഹിലിയത്ത് ഹൃദയത്തിൽ കയറിപ്പോയപ്പോൾ തോന്നിപ്പോകുന്ന സംശയങ്ങളാണ്. എല്ലാം ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. തിരുവനന്തപുരത്തെ സമയത്തു മുഹമ്മദ എന്ന പ്രോഗ്രാം ഇപ്രാവശ്യം ജമിയത്തുൽ ഉലമ നടത്തുമ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റും വർക്കിംഗ് സെക്രട്ടറിയും ഒക്കെ ഇവിടെ വന്നിട്ട് ജിഫ്രി തങ്ങളുടെ കയ്യിലേക്ക് അതിൻ്റെ പതാക കൊടുത്തിട്ട് അത് തുടങ്ങിയിരിക്കുകയാണ്. ഈ സരസിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ മണ്ണിൽ വന്നിട്ട് തുടങ്ങുന്നത് ഒന്നും പരാജയപ്പെടില്ല. അപ്പോൾ പിന്നെ ഈ മണ്ണിൽ തുടങ്ങുന്നത് പരാജയപ്പെടുമോ? ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, 30 മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ആ 30 മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന എല്ലാ വർഷവും ഞങ്ങളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഒരു അറബി കോളേജ് പോലെയല്ലല്ലോ, ഒരു അറബി കോളേജ് പോലുമല്ല. ഇവിടെ പഠിക്കുന്ന മക്കൾ അല്ലെങ്കിൽ ഈ മണ്ണ് അത് നമുക്ക് തിരിച്ചറിയേണ്ട പോലെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ സമാധാനം പകർന്നു കൊടുത്ത, ഒരുപാട് ആളുകൾക്ക് മനസ്സിന് വലിയ റാഹത്ത് വാരിക്കോരി കൊടുത്ത ഒരു മണ്ണാണിത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. കാരണം എന്തെന്നറിയോ? രാജകൊട്ടാരത്തിന്റെ സുഖലോലുപതയിൽ നിന്ന് തെരുവുകളിലൂടെ വനാന്തരങ്ങളിലൂടെ അന്നവും വെള്ളവും പോലുമില്ലാതെ പച്ചിലകൾ പോലും മൃഗങ്ങളെ പോലെ കഴിച്ചിരുന്ന് നടന്നു നീങ്ങിയിട്ട് സൂഫി ചക്രവാളത്തിന്റെ സിംഹാസനത്തിൽ പുഞ്ചിരി തൂകിയിരുന്ന മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അവർക്കൊക്കെ ഭൗതിക ലോകത്ത് വേണമെങ്കിൽ വേണ്ടുവോളം സുഖിക്കാമായിരുന്നു, അധികാരമാണ് വലുതെങ്കിൽ അവർക്കൊക്കെ അത് ആസ്വദിക്കാമായിരുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കളെയും ആരിഫീങ്ങളെയും തങ്ങന്മാരെയും മശായിഖന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് അധികാരത്തിന്റെ അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് ആടിക്കളിക്കുന്ന ഭൗതിക ലോകത്തിന്റെ കൂടെ ആട്ടം തുള്ളൽ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണേ. നിങ്ങൾക്കുള്ളതുപോലെ ചെറിയൊരു സൈക്കിളിന്റെ അധികാരമല്ല, ഏറ്റവും വലിയ അധികാരത്തിന്റെ സോപാനത്തെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആ പ്രിയപ്പെട്ടവർ പറയുകയാണ്, ഒരു മനുഷ്യൻ സ്വാലിഹാകണമെങ്കിൽ, ഒരു മനുഷ്യൻ സ്വലാഹിയത്തിന്റെ പ്രകാശം ഹൃദയത്തിൽ കൊണ്ടുവരണമെങ്കിൽ 6 കവാടങ്ങൾ ഹൃദയത്തിൽ അവൻ തുറക്കണം. 6 ഹൃദയത്തിൽ ലോക്കിട്ട്, ശക്തമായ ലോക്കിട്ട്, ആർക്കും തുറക്കാൻ പറ്റാത്ത ലോക്കിട്ട് അടച്ചുപൂട്ടണം. എന്നാലേ അവന് ഈ ഭൗതിക ലോകത്ത് ഇന്നത്തെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത്, ഇന്നത്തെ മത്സരങ്ങളെ തരണം ചെയ്ത് ഒരു സ്വാലിഹായ അടിമയാണെന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് സീല് വെച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുള്ളൂ. രൂപവും ഭാവവും ഒക്കെ പിന്നീട് വരുന്നതാണ്. വേഷവിധാനത്തിനൊക്കെ അസറുണ്ട്, അതൊക്കെ പിന്നീടാണ്, അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. ആദ്യം നോക്കേണ്ടത് ഹൃദയത്തിൽ ഈ കവാടങ്ങൾ അളഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഒന്നാമത് അടയ്ക്കേണ്ട കവാടം തഗ്ലുഖു ബാബുൻ നിഅമ എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങളുടെ കവാടത്തെ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അത് കണ്ടാൽ അതിന്റെ പിന്നാലെ പെട്ടെന്ന് അങ്ങോട്ട് കറണ്ട് അടിച്ച പോലെ ഓടിപ്പോകാൻ പാടില്ല. സുഖാഡംബരങ്ങളുടെ കവാടങ്ങൾ അടയ്ക്കണം. തഫ്തഹു ബാബു ശിദ്ദത്തി, കഷ്ടപ്പാടിന്റെ കവാടങ്ങൾ തുറക്കണം. കഷ്ടപ്പാട്, ത്യാഗം. ഇന്ന് എല്ലാവർക്കും സുഖമാണ് വേണ്ടത്, എല്ലാവർക്കും സുഖം വേണം. എല്ലാ പള്ളിയിലും AC വേണം, എല്ലാ ചീഫ് ഇമാമിന്റെ റൂമിലും AC വേണം. ഇല്ലെങ്കിൽ ഇമാമ് വരൂല എന്നാണ് സെക്രട്ടറി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ട് AC ആറാമെന്നല്ല ഞാൻ പറഞ്ഞത്, വെക്കാം. പക്ഷെ നമുക്ക് നിബന്ധന പറയാൻ പറ്റുന്നല്ലോ, അതൊരു വല്ലാത്ത സംഭവമാണ്. നമുക്ക് നിബന്ധന പള്ളി സെക്രട്ടറിയോട് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം ഏത് വാതിലാണ് തുറന്നു വെച്ചിരിക്കുന്നത്, ഏതാണ് അടച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. നമ്മളൊരു പള്ളിയിൽ ഖത്തീബായിട്ട് ചാർജ് എടുത്താൽ നേരത്തെ താമസിച്ചിരുന്ന മുസ്ലിയാർ നിങ്ങളെക്കാൾ പ്രഭാഷകനല്ല, നിങ്ങളെക്കാൾ അറിവ് കുറഞ്ഞ ആളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗമ വരാൻ വേണ്ടി നിങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് ഈ റൂം പറ്റൂല എന്നാ പറയാ. കമ്മിറ്റിക്കാർ പള്ളിയുടെ ഫണ്ട് കൊണ്ട് ആ റൂം ഇടിക്കും. എന്തിനാണ്? ഈ മനുഷ്യന് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി വരാനുള്ള സൗകര്യം ഒരുക്കി. നമുക്ക് പറയാൻ കഴിയുന്നല്ലോ.
അതൊരു വല്ലാത്ത തൊലിക്കെട്ടിയാണ്. പറയാൻ കഴിയുന്നല്ലോ നമുക്ക്. ഈ കെട്ടും ഈ മട്ടൊക്കെ വെച്ച് വലിയ ഡിഗ്രിയും പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നല്ലോ. രൂപത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സഹോദരങ്ങളെ. അള്ളാഹു പടച്ചറബ് പള്ളികളുടെ പൊരുത്തക്കേടുകളെ തൊട്ടും നാം പഠിച്ച കിതാബിൻ്റെ ഹർക്കത്തുകളുടെ പൊരുത്തക്കേടുകളെ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. സുഗാഡംബരങ്ങളുടെ വാതിലുകൾ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഒരു നല്ല വാഹനത്തിൽ യാത്ര പോകരുത്, ഒരു നല്ല വീട്ടിൽ കിടക്കരുത് എന്നല്ല, അതേ എനിക്ക് പറ്റൂ എന്ന് നിങ്ങൾ കരുതരുത് എന്നാണ്. ഞാനൊരിക്കൽ മക്കത്ത് ഞാനും ബഹുമാന്യനും ആദരണീയനുമായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവറുകളുമുണ്ട്. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദിനെ അവിടുത്തെ SKSSFന്റെ കുട്ടികൾ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവൻ്റെ പറഞ്ഞു, വാക്കവി നിങ്ങളിവിടെ വന്നാൽ സന്തോഷമാവും. അപ്പോൾ ഉസ്താദിന് ഞാൻ പോകുന്നത് വലിയ സന്തോഷമാണ്, ഉസ്താദിൻ്റെ കൂടെ എനിക്ക് പോകുന്നത് വലിയ സന്തോഷമാണ്. അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാത്രി വണ്ടി വന്നു. സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉസ്താദ് റൂമിൽ ഒന്ന് റെഡിയാകുമ്പോൾ വണ്ടി വന്നു. എൻ്റെ കണ്ണിൽ ഞാൻ ആ വണ്ടിയും അതിനേക്കാൾ താഴ്ന്ന ഒരു വണ്ടിയും മക്കയുടെ പരിസരത്ത് വേറെ കണ്ടിട്ടില്ല. അത്രയും പൊട്ടിപ്പൊളിഞ്ഞ ഒരു വണ്ടിയാണ്. അതിന് പുറകൊക്കെ പോയിട്ടുണ്ട് മൊത്തം. ആലിക്കുട്ടി ഉസ്താദ് മോനെ ഇത് ഏത് വണ്ടിയാണെന്നോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ വരുന്നില്ല എന്നോ ഒന്നും പറയൂല എന്ന് എല്ലാവർക്കും അറിയാലോ. ആ പാവപ്പെട്ട മനുഷ്യൻ കയറി സീറ്റിലിരുന്ന് പോയി. എനിക്ക് വലിയ സങ്കടം തോന്നി, വലിയ പ്രയാസം തോന്നി. കാരണം ഒരു ഇസ്സത്തുള്ള പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇസ്സത്തുള്ള രാജാവാണ് അദ്ദേഹം. അപ്പോൾ നമ്മളൊരു ഗമയിൽ കൊണ്ടുപോകണം. അദ്ദേഹത്തിന് ഗമ വേണ്ട, നമുക്ക് അണികൾക്ക് വേണ്ടേ ഗമ? നമുക്കൊരു ഗമ വേണ്ടേ? നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ പരിപാടി, നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ശരിക്കും ക്ഷീണമുണ്ടായി. അങ്ങനെ ഈ പ്രോഗ്രാം ഒരു ടെറസിൻ്റെ മുകളിൽ റൂമിൽ ഇങ്ങനെ കൊണ്ടിരുത്തി ഇങ്ങനെ സംസാരിച്ച് ഞാൻ വരാൻ നേരത്തെ സംഘാടകരോട് പറഞ്ഞു, ആലിക്കുട്ടി ഉസ്താദ് 100% നിങ്ങളുടെ ഈ വരവും നിങ്ങളുടെ ഈ സഹകരണവും നിങ്ങളുടെ ഈ സ്വീകരണവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നനഞ്ഞിടം കുഴിക്കാൻ പാടില്ല എന്നുള്ള. ഒരാൾ വിനയമുള്ള ആളാന്ന് കരുതിയിട്ട് അയാളെ തറയിലിട്ട് ചവിട്ടരുത്. നമ്മുടെ ഉള്ളിൽ നമുക്കൊരു നേതാവുണ്ട്, ഒരു രാജാവുണ്ട്, ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബഹുമാനവും ആദരവും നമ്മൾ ഉസ്താദിനെ കൊണ്ടുപോകുമ്പോൾ അതങ്ങനെ കാണിക്കണം. ഞാൻ അവരോട് ഗൗരവത്തിൽ, നല്ല ശബ്ദത്തിൽ, നല്ല ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. അതിലൊരു SKSSFന്റെ കുട്ടി നാട്ടിൽ വിഖായുടെ പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ ഹിദ്മത്തൊക്കെ ചെയ്യുന്ന സഹോദരനായിരുന്നു. അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരിക്കലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമൊന്നും അല്ല ഇത്, പക്ഷേ നമുക്കിങ്ങനെ പെട്ടെന്നായി, എല്ലാം കൂടെ പെട്ടെന്നായപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ഞാൻ പറഞ്ഞു, പരാതിയൊന്നുമില്ല, ഞാനൊക്കെ ഏത് വണ്ടിയിലും എങ്ങനെയും പോവും. സ്വന്തമായിട്ട് വലിയ വണ്ടി ചിലപ്പോൾ നമുക്കുണ്ടാവും, പക്ഷേ ഏതെങ്കിലും ഒരു യാത്ര പോകുമ്പോഴോ ഒരു സംഘാടകരെ വിളിക്കുമ്പോഴോ അതിലൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. സുഗാഡംബരങ്ങളുടെ വാതിലുകൾ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ അടച്ചു കളയണം നിർബന്ധമായും. അതേ പറ്റൂ എന്ന് പറഞ്ഞ് ദാഹിച്ചു പിന്നാലെ ഓടരുത്. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ വലിയ അപകടം നമുക്ക് വരും. നമ്മളെപ്പോഴും തുറന്നു വെക്കേണ്ടത് കഷ്ടപ്പാടിന്റെ വാതിലുകളാണ്. ഒരു പ്രോഗ്രാം നടത്താൻ കഷ്ടപ്പാടുണ്ട്. അനുയായികളോട് നിങ്ങളൊക്കെ പോസ്റ്റർ ഒട്ടിച്ചോളി, നോട്ടീസ് ഒട്ടിച്ചോളി, ഞങ്ങൾ പരിപാടി തുടങ്ങുമ്പോൾ സ്റ്റേജിലങ്ങോട്ട് പ്രത്യക്ഷപ്പെടുമെന്നല്ല. വേണമെങ്കിൽ അല്ലാഹുവേ തലയിൽ കെട്ടടിച്ചു വെച്ചിട്ട് കുപ്പായം മാറ്റിവെച്ചിട്ട് ആ മക്കളോടൊപ്പം പശകലക്കാനും പോസ്റ്ററൊട്ടിക്കാനും ഇറങ്ങിപ്പോകുന്നതാണ് കഷ്ടപ്പാടിന്റെ വഴി തുറക്കണമെന്ന് പറഞ്ഞത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഷ്ടപ്പാടിന്റെ വഴി നമ്മൾ തുറക്കണം. ഇന്ന് നമ്മുടെ ശരീരത്തിനെ നമ്മൾ വല്ലാതെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഹ്ലാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഷ്ടപ്പാടിന്റെ ചരിത്രത്തെ ഓർത്തിട്ട് അല്പമെങ്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങൾ കൊള്ളുന്ന സമസ്തക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സ് വെക്കണം. അല്ലാഹു അതിന് നമുക്ക് അനുഗ്രഹം തരട്ടെ. കുറച്ചെങ്കിലും കഷ്ടപ്പെടാൻ അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്നാണ്. മക്ക മണ്ണിലെ മുഴുവൻ ആളുകളും വിളിച്ചിരുന്നത് വിശ്വസ്തൻ 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 എന്നാ. ഒരാളും മാറ്റിയില്ല. മാറ്റിയതെപ്പോഴാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഷഹാദത്ത് കലിമ നിങ്ങൾ ഉച്ചരിക്കണമെന്ന് ആരംഭ റസൂൽ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ്, അവിടെ മുതൽ തുടങ്ങിയ ബുദ്ധിമുട്ടിക്കലാണ്.
ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇതുവഴി നടന്നു പോകുമ്പോ കമ്പോളത്തിന്റെ ഭാഗത്ത് ചെന്താമര പൂച്ചുണ്ട് വിരിഞ്ഞു നിൽക്കുന്ന പോലെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ഞാൻ കണ്ടത്. ഞാൻ മടങ്ങി വരുമ്പോഴോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലൂടെ രക്തം പൊടിയുന്നുണ്ട്. ചെളിവെള്ളവും മണ്ണും പൊടിയും എല്ലാം ആ ശരീരത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഒരു സുഖാഡംബരത്തിന്റെ വാതിലുകളും ആരംഭ റസൂലിന്റെ മുമ്പിൽ തുറന്നില്ല. തുറക്കാമെന്ന വാതിലുകൾ കൊട്ടിയടച്ചിട്ട് തുറന്ന വാതിലോ കഷ്ടപ്പാടിന്റെ വാതിലുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മകൻ മരണപ്പെട്ടു പോയാൽ, നമ്മുടെ നാട്ടിൽ ഒരു പ്രിയപ്പെട്ട വാപ്പാക്കൊരു മകൻ മരിച്ചാൽ, ഒരു ഉമ്മാക്കൊരു മകൻ മരിച്ചാൽ, സമാധാനത്തിന്റെ ആശ്വാസവാക്കിന്റെ തഅസിയത്തിന്റെ ഏറ്റവും വലിയ വചനാമൃതവും തൂകിയിട്ട് സഹോദരങ്ങളും കൂടപ്പറപ്പുകളും ബന്ധുമിത്രാദികളും മുഴുവനും അവന്റെ അരികിലേക്ക് ചെല്ലുന്നതാണ്. അള്ളാഹുവിന്റെ വിധിയാണ്, ക്ഷമിക്കണം പൊറുക്കണമെന്നൊക്കെ പറയും. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന് പ്രിയപ്പെട്ട മക്കൾ മരിച്ചു പോയപ്പോ അവിടെ പോലും സമാധാനത്തിന്റെ ഒരു വാക്ക് കൊടുക്കാറ് ആരംഭ റസൂലിന്റെ ചാരപ്പ് ചെന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? നീ വാലറ്റ് പോയവനായി പോയല്ലോ മുഹമ്മദേ. അബ്തർ, വാലറ്റ് പോയവനായി പോയല്ലോ, നീ ഒരു ഗതിയില്ലാത്തവനായി പോയല്ലോ, പരമ്പര പറയാൻ പോലും ഒരാളില്ലാത്തവനായി പോയല്ലോ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കലായിരുന്നു. എല്ലാ മേഖലയിലും അങ്ങനെയാണ്. ഉഹദ് മല സ്വർണമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു അള്ളാഹു. വേണ്ട റബ്ബേ, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹനത്തിൻ പർവ്വതമായെന്ന് കെട്ടിയ വയറ്റിലെ കല്ലെങ്കിൽ നബിയെ സർവരും കല്ലെറിഞ്ഞങ്ങ് കിടന്നൂരു തോയിഫിൻ മണ്ണെങ്കിൽ സൗകര്യമില്ലാത്ത പനയോല വീടിന്റെ തോൽപാത്രമായെങ്കിൽ നബിയെ തട്ടിയും മുട്ടിയും കൂടെ ഇരുന്നൂരു കുപ്പായമായെങ്കിൽ. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം, ഒരു സൗകര്യമില്ലാത്ത പനയോല വീടിന്റെ പൊട്ടിയ തോൽപാത്രമായി ഞാൻ മാറിയെങ്കിൽ അല്ലാഹ് എല്ലാ കഷ്ടപ്പാടുകളും ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുമ്പോ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന സുഖങ്ങൾ വന്നോട്ടെ, വരുന്ന സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും വന്നോട്ടെ. പക്ഷെ എനിക്കത് വേണമെന്ന് ഒരിക്കലും നിങ്ങൾ വാശി പിടിക്കാൻ പാടില്ല. അതിനുവേണ്ടി മത്സരിക്കാൻ പാടില്ല, അതിനുവേണ്ടി മൽപ്പിടുത്തം നടത്താൻ പാടില്ല, അതിനുവേണ്ടി പ്രിയപ്പെട്ട മാതാപിതാക്കളെ കടുപ്പിറക്കാൻ പാടില്ല, അതിനുവേണ്ടി കൂടപ്പറപ്പുകളെ ഒറ്റിക്കൊടുക്കാൻ പാടില്ല, അതിനുവേണ്ടി ആത്മീയരെ കച്ചവടം ചെയ്യാൻ പാടില്ല. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കുളിപ്പിച്ചവർ പറയുകയാണ്, ആ ശരീരത്തിൽ വാളിന്റെ വെട്ടുകൊള്ളാത്ത ഒരു സ്ഥലം ബാക്കിയില്ല. ആ ശരീരത്തിൽ വാളിന്റെ വെട്ടുകൊള്ളാത്ത ഒരു സ്ഥലം ബാക്കിയില്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നോക്കിയ, മയ്യത്ത് കുളിപ്പിച്ച, മയ്യത്ത് പൊതിഞ്ഞ സഹോദരങ്ങൾ പറയാണ്, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 100-ലധികം വെട്ടുകളും അതിന്റെ പാടുകളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഖിദ്മത്ത്, ദഅവത്ത് എന്നൊക്കെ പറയുന്നത് സുഖമുള്ള ഒരു പരിപാടിയല്ല. കഷ്ടപ്പാടുണ്ടാവും, പരീക്ഷണമുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, കല്ലേറുണ്ടാവും, കസേരയെടുത്തടി ഉണ്ടാവും, ആക്ഷേപം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവുമ്പോൾ അല്ലോ ഇത്രയും വലിയ ആത്മീയ പ്രസ്ഥാനമായിട്ട് നമുക്കതൊക്കെ ഉണ്ടായെന്നല്ല ചിന്തിക്കേണ്ടത്. ഈ ആത്മീയ പ്രസ്ഥാനത്തിൽ അത് ഉണ്ടാവുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതെല്ലാം ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. 2024 ഉണ്ടാവും, ജീവിച്ചിരുന്ന 2034 ഉണ്ടാവും. അതൊന്നും ഒരു കാലത്തും തീരുന്നതല്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, മലക്കുകളൊന്നല്ലല്ലോ ഇത് നടത്തുന്നതും ഇതിൻ്റെ പ്രവർത്തകരും ഒന്നും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സോലിഹായ മനുഷ്യനാണ്, സോലിഹത്തായ ഒരു പെണ്ണാണെന്ന് പറഞ്ഞാൽ രാജകലയിൽ എങ്ങനെ സുഖിച്ച് ജീവിക്കാം എന്ന് കരുതണ്ട. കഷ്ടപ്പാടുകളുള്ള അള്ളാഹു സോലിഹാണെങ്കിൽ അള്ളാഹ് പരീക്ഷണം കൊടുക്കൂലേ? പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾക്ക് എത്ര അസുഖം ഉണ്ടായിരുന്നു, എത്ര സർജറി കഴിഞ്ഞിട്ടുണ്ട് തലയിൽ. അവർ ജീവിച്ചിരുന്നപ്പോൾ ആ വാക്ക് പറയാൻ പോലും നമുക്ക് പേടിയായിരുന്നു. വഫാത്തായപ്പോൾ ബോധ്യപ്പെടുത്താണ്,
അത്തിപ്പറ്റ ഉസ്താദിന് എന്തായിരുന്നു രോഗം? വൈറൽ പനിയായിരുന്നോ? കാലുവേദന മാത്രമായിരുന്നോ? വലിയ വലിയ രോഗങ്ങളുടെ ഘോഷയാത്രയുണ്ടായിരുന്നു മഹാന്മാരുടെ ശരീരത്തിൽ. എത്രയോ എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട സോലിഹീങ്ങളായ മശായിഖന്മാരായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർക്ക് വലിയ പരീക്ഷണങ്ങൾ. പലരും പറയുന്നുണ്ട് കാളമ്പാടി ഉസ്താദിൻ്റെ മക്കൾ മരിച്ച സംഭവമൊക്കെ. ഞാൻ പിന്നെ എനിക്കത് ഡയറക്റ്റ് അറിയാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പ്രസംഗ സ്റ്റേജിൽ അങ്ങനെ ഒരുപാട് പറയലില്ല. പക്ഷേ ഇവിടെ ഈ മഹാന്റെ ചാരത്തിരിക്കുമ്പോൾ അവരുടെ പേരൊക്കെ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരികയാണ്. അതങ്ങനെ ഹൃദയം തുറന്ന് സിയാറത്ത് ചെയ്തിട്ട് വന്നിരുന്നുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അത് ഓർമ്മ വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖുന കാപ്പിൽ ഉമർ ഉസ്താദ് പൊട്ടച്ചർ അൻവരി അറബിക് കോളേജിൻ്റെ അമരത്തിരുന്നു കൊണ്ട് അള്ളാഹുവേ, വെളുവെളുത്ത ഹൃദയത്തിൻ്റെ ഒരു ഉടമ, കറുകറുത്ത ശരീരത്തിൻ്റെ ഒരു ഉടമ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടുത്തെ പേര് പറയുമ്പോൾ കരയുന്ന ആളായിരുന്നു. എത്ര അസുഖമാണ് അവസാനം അള്ളാഹു കൊടുത്തത്. നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും കിതാബിൽ ഇത്രയും അഗ്രഗണ്യനായ ഈ മഹാനായ പണ്ഡിതൻ അള്ളാഹു എന്തിനാണ് ഈ രോഗം കൊടുക്കുന്നതെന്ന്. ഒരു സുഖമായിക്കോട്ടെ എന്ന് കരുതി കട്ടിൽ കിടന്നിട്ട് കയറിൽ പിടിച്ചാണ് മൂത്രമെടുക്കാൻ എഴുന്നേക്കുന്നതെന്ന് പറഞ്ഞപ്പോ, എന്നാ പിന്നെ ഓട്ടോമാറ്റിക്കൽ ഈ കട്ടിൽ ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ ഈ സ്നേഹസാഗരവും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരം സാധനങ്ങൾ, വീൽ ചെയർ, സ്ട്രെച്ചർ, വാട്ടർ ബെഡ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. അതൊരെണ്ണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സംഘടിപ്പിച്ച് കൊടുത്തിട്ടും അതിൽ കിടന്നിട്ടില്ല. ആ വേദനയും രോഗവും സഹിച്ചിട്ട് അങ്ങനെ എല്ലാം. പാറന്നൂർ ഉസ്താദ് നിങ്ങളുടെ മുമ്പിലല്ലേ ജീവിച്ചു വിട പറഞ്ഞു പോയത്? കണ്ണിയത്തൂർ ഉസ്താദ് അവർകൾ നിങ്ങളുടെ കൺമുമ്പിലല്ലേ ജീവിച്ച് നടന്നു പോയത്? പക്ഷെ നമുക്ക് ഒരുപാട് സുഖങ്ങൾ അള്ളാഹു തന്നിരിക്കുന്നു, ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. അള്ളാഹുവേ, പടച്ചവനെ, സാധുക്കളായ പാവപ്പെട്ടവരായ ഞങ്ങള് നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും പറഞ്ഞിരുന്ന, ഇസ്ലാമിക ചരിത്രത്തിന്റെ ലോകത്തിരുന്ന് യാത്ര പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നവർ വർത്തമാനമുണ്ട്. അള്ളാഹുവേ, പടച്ചവനെ, ഈ ഭൗതിക ലോകത്തിരുന്ന് ഞാൻ വിട പറഞ്ഞത് ആദ്യകാലത്ത് വിട പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തോറ്റുപോകുമായിരുന്നു അല്ലാ. അന്ന് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അല്ലാ. അന്ന് അള്ളാന്റെ റസൂലിനെ പരിഹരിച്ചവനായിരുന്നു അല്ലാ. അന്ന് വാപ്പ മരിച്ചില്ലല്ലോ മക്കളെ, അന്ന് മരിച്ചെങ്കിൽ തോറ്റുപോകുമായിരുന്നല്ലോ. മക്കൾ പറഞ്ഞു, അതിന് അന്ന് മരിച്ചില്ല, സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാ കരയുന്നത്? ഇല്ല മക്കളെ, രണ്ടാമത് എന്തെല്ലാം വിപ്ലവം ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമതം സ്വീകരിച്ച് എന്തെല്ലാം വിപ്ലവങ്ങൾ നടത്തി. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പൂമുഖത്തിന്റെ ആ വർണ്ണവും സ്വർണവും സുഖവും ഒക്കെ വല്ലാണ്ട് ആസ്വദിച്ച് ജീവിച്ചു. അന്ന് ഞാൻ മരിച്ചില്ലല്ലോ മക്കളെ, അന്ന് മരിച്ചില്ലല്ലോ. അന്ന് മരിച്ചിരുന്നെങ്കിൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമായിരുന്നല്ലോ, അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നല്ലോ. ആ ഒരു ഭാഗ്യവും കിട്ടിയില്ലല്ലോ മക്കളെ. ഭൗതിക ലോകത്തിന്റെ വിഭവങ്ങൾ കൂടിപ്പോയി, അധികാരവും സ്വത്തുമൊക്കെ കൂടിയിട്ട് ഒരുപാട് കാലം പിന്നീട് ജീവിക്കാൻ പറ്റിയല്ലോ. ഇന്ന് ആ സുഖാഡംബരങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ മരിക്കുമ്പോ എനിക്ക് പേടിയാകുന്നു മക്കളെ. എന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് വീരോതിഹാസം രചിച്ച മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ എല്ലാവർക്കും ഭയമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കൊടുക്കാൻ കയ്യിൽ വെച്ചിരുന്ന പാവപ്പെട്ട 6 നാണയത്തുട്ടുകള് ആയിഷ റളിയല്ലാഹു അൻഹയോട് രാത്രി ഇങ്ങനെ ഉണർന്നിട്ട് ചോദിക്കുകയാണ്, ആയിഷ, അത് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാലോ? പാവങ്ങൾക്ക് കൊടുക്കാനുള്ള നാണയത്തൊട്ട് കയ്യിലിരുന്നിട്ട് ഉറക്കം വരുന്നില്ല. രാത്രിയാണ് കിട്ടിയത്, ഉറങ്ങാൻ പറ്റുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, അത് കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങിയാലോ? അത് കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങി. നമ്മളാണെങ്കിലോ നോട്ടുകെട്ടിന്റെ മണം ഉണ്ടെങ്കിൽ ആഹഹാ നല്ല സുഖരസമായ ഉറക്കാണ്. ആലോചിച്ച് നോക്കണേ, എത്രയോ മാറ്റമാണ് ഒരു സോലിഹായ മനുഷ്യനിൽ നിന്ന് നമ്മുടെ ജീവിതം. എത്രയോ പുറകെയാണ്, എത്രയോ ബേക്കലാണെന്ന് ആലോചിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തരുന്നത് സോലിഹായ മനുഷ്യനാണ്. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു തരുന്നത് സോലിഹായ മനുഷ്യനാണ്. എല്ലാ ആശീർവാദങ്ങളും അല്ലാഹു തരുന്നത് സ്വാലിഹായ മനുഷ്യർക്കാണ്. അത് നേടിയെടുക്കാറ് ഈ മഖാമിന്റെ ചുറ്റുവട്ടത്തിരിക്കുന്നതിൽ അർത്ഥമില്ല മുഅ്മിനേ.
അതുകൊണ്ട് അടച്ചു വെക്കുക. ആഡംബരത്തിനോടുള്ള ദാഹം നിന്റെ ഹൃദയത്തിനുണ്ടെങ്കിൽ അതടച്ചു വെക്കണേ, അതടച്ചു വെക്കണേ, അടച്ചു വെക്കണേ. കഷ്ടപ്പാടിന്റെ ത്യാഗത്തിന്റെ വഴികൾ തുറക്കണേ. രോഗം തന്നാലും നമസ്കാരം ഒഴിവാക്കാത്ത, ആകെ കയ്യിലുള്ള പൈസ എത്രയാണ്, ഭാവി ജീവിതത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ സ്വതക്ക ചെയ്യുന്ന, ഏറ്റവും വലിയ മധുരമുള്ള ജീവിതത്തിന്റെ ഉടമയാകാ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. രണ്ടാമത് തുറക്കാനുള്ള കവാടം, അടയ്ക്കാനുള്ള കവാടം. അടയ്ക്കാനുള്ളത് ബാബുൽ ഇസ്സി എന്നാണ്, അഹങ്കാരത്തിന്റെ വാതിൽ, പ്രതാപം, സ്ഥാനം, മാനം, അധികാരം, ഇതിന്റെ വാതിൽ അടയ്ക്കണം. തഫ്തഹു ബാബുൽ ദില്ലി, ഒരു വിനയത്തിന്റെ വാതിൽ തുറക്കണം. ഇന്ന് പിന്നെ സെക്രട്ടറി ആവാൻ താല്പര്യമുള്ളവർ അപ്പോഴേ കൈവക്കാണ്, പിന്നെ താക്കൂല. അതിലിങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ആക്കുന്നത് വരെ അതങ്ങനെ തന്നെ നിൽക്കും. ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ മഹലിലെ പ്രസിഡന്റ് എന്നോട് പറയാണ്, ഉസ്താദെ മരിക്കുന്നത് വരെ ഈ മഹലിൻ്റെ പ്രസിഡൻ്റായിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണം. എന്തോ ഒരു ആന മണ്ടത്തരാണ് ആ പഹയം പറഞ്ഞത്. ഞാൻ ദുആ ചെയ്യുമോ? ആലോചിച്ച് നോക്ക്, എത്ര കഷ്ടപ്പാടാണ് മക്കളെ അത്, അല്ലേ? ഒരു മഹലിൻ്റെ അധികാരമാണ്, എന്തധികാരമാണെങ്കിലും അത് വലിയ പ്രയാസമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കലുണ്ട്, രണ്ടാമതൊരു ജമിയത്തുൽ ഉലമയുടെ തിരഞ്ഞെടുപ്പ് വന്നിരുന്നെങ്കിൽ പടച്ചവനെ ഈ സാധനം ഇറക്കി വെച്ചിട്ട് ഓടി രക്ഷപ്പെടാമായിരുന്നു എന്ന്. വേറൊന്നും കൊണ്ടല്ല, സമസ്തയ്ക്ക് വേണ്ടി മരിക്കുന്നത് വരെ, അവസാന ശ്വാസം വരെ ഇൻഷാ അല്ലാഹ് ഖിദ്മത്തുണ്ടാവും. പക്ഷെ ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്താണ്, സന്തോഷമാണ്. ഉസ്താദെ നിങ്ങൾ വരി, ഉസ്താദിൻ്റെ ഫോട്ടോ വയ്ക്കി, ഉസ്താദിൻ്റെ പോസ്റ്റർ, അതൊക്കെ പറയും. പക്ഷേ ആഖിറത്തിൽ അവരാരും കാണൂല, അതാ പ്രശ്നം. ഇത് ചോദിക്കൂലേ എന്ത് ചെയ്തു? അത് നമ്മൾ വർഷത്തിലൊരിക്കൽ പ്രാർത്ഥനാ ദിനം നടത്തി, വർഷത്തിലൊരിക്കൽ ഒരു സമ്മയത്ത് മുഹമ്മദ് നടത്തി, സമസ്തയുടെ സമ്മേളനത്തിന് വണ്ടി പിടിച്ച് ആളെ കൊണ്ടുപോയി, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. അവിടെ ഓരോ സെക്കൻഡും ഉത്തരവാദിത്തപ്പെട്ടതാണ്. MD ഉസ്താദ് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ അപ്പോഴും തന്നെ ഫോൺ കട്ട് ചെയ്ത് മുസ്തഫ ഷറഫി ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പറയണം, SKSSFൻ്റെ ഒരു സെക്രട്ടറി ആക്കി തന്നാലും മതി, ജമിയത്തുൽ ഉലമയുടെ വേണ്ട. കാരണം എന്താ, മറ്റേതാകുമ്പോൾ കുറേ ഓടിയിടന്ന് പ്രവർത്തിക്കാം, ഇതിങ്ങനെ കസേര ഇരിക്കുകയും ചെയ്യണം, വലിയ ഉത്തരവാദിത്വമാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും. വലിയ മഹാന്മാരിരുന്ന സ്ഥലത്തിലാണ് ചോട്ടയായ അറിവില്ലാത്ത ജാഹിലായ നമ്മളെ ഇരുത്തിയത്. അതിൻ്റെ ഗുണം തിരുവനന്തപുരം ജില്ലക്കാർ അറിയുന്നുമുണ്ട് ഇരുത്തിയതിൻ്റെ. അതുകൊണ്ടൊരു ചാൻസ് കിട്ടിയാൽ ഏത് സെക്കൻഡിലാണെങ്കിലും ഇത് ഇറക്കി വെച്ചിട്ട് ഫ്രീ ആയിട്ടൊന്ന് സമസ്തയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ചെയ്യണേക്കാളും കൂടുതൽ ചെയ്യും. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഇപ്പോൾ ചെയ്യണേക്കാളും കൂടുതൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് വലിയ സുഖമാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ദില്ലാണ്, നിസാരതയാണ്, വിനയമാണ്, താഴ്മയാണ്. അള്ളാഹു നമുക്കത് നൽകട്ടെ. നമ്മുടെ മഹാന്മാർ അത് നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ നമ്മൾ എന്തോ ആണ് എന്നൊരു തോന്നലുണ്ടാകുന്ന സ്ഥലത്താണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഞാനുള്ളത് കൊണ്ടാണ്, ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്, ഞാൻ പോയത് കൊണ്ടാണ്, ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ്, ഞാൻ കമ്മിറ്റിയിലുള്ളത് കൊണ്ടാണ്, എൻ്റെ പൈസ ഉള്ളത് കൊണ്ടാണ്, ഞാൻ ഫോൺ വിളിച്ചത് കൊണ്ടാണ്, അങ്ങനെ ഞാൻ എന്നിങ്ങനെ വരൂലേ? ആള് കത്തുന്ന തീയാണ് ഇഷ്ക്, അതിനകത്തോ വല്ലാത്ത തണുപ്പ്. ഞാനില്ലാതായി തീരുന്നിടത്ത്, ഞാനില്ലാതായി തീരുന്നിടത്ത് ഓടിയെത്തും മാണിക്യമുത്ത്. ആള് കത്തുന്ന തീയാണ് ഇഷ്ക്, ഞാനില്ലാതായി തീരുന്നിടത്ത് ഓടിയെത്തും മാണിക്യമുത്ത് എന്നാണ്. ഞാൻ എന്ന വാക്കില്ലാതെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യൻ എപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് ചോദിച്ചാൽ മതി. ഈ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ ഭൗതികവും ആത്മീയവുമായ എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടും ഭൂമിയിൽ നോക്കി വിനയത്തോടെ നടന്ന ഈ മഹാന്റെ കറാമത്ത് കൊണ്ട്, ഈ ഉറൂസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരത്തിന്റെ ഒരു കടുകുമണിയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവേ ഈ സമയത്ത് തന്നെ അതിനെ തകർത്ത് തരിപ്പണമാക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാം നശിക്കും അതുണ്ടെങ്കിൽ, സർവ്വതും നശിക്കും. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ.
അഹങ്കാരത്തിന്റെ അണുവളവ് ഹൃദയത്തിലുണ്ടെങ്കിൽ ആ മനുഷ്യന് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ. ബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലൗ വലൗ കുൻത ഫല്ലൻ വബി വൽ ഖൽബി ലൗ ഫല്ലു മിൻ ഹൗലിക. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ ഈ കാരുണ്യം, അങ്ങയുടെ മൃദുലമാനസമില്ലായിരുന്നെങ്കിൽ ആരാണ് നബിയേ അങ്ങയുടെ പിന്നാലെ വരുന്നത്? റസൂലേ, അങ്ങയുടെ മനസ്സത്ര വിശാലമാണ്, അങ്ങത്ര താഴ്മയുള്ളവരാണ്, അങ്ങത്ര കാരുണ്യവാനാണ് നബിയേ, വിനയമുള്ളവരാണ് റസൂലേ. അള്ളാഹു തന്നെ പറയാണ് ഖുർആനിലൂടെ. അതുകൊണ്ട് നമ്മൾ ആരും ഒരു വിഷയത്തിലും ഞാനുള്ളത് കൊണ്ടാണ് വരക്കൽ മഖാമിന്റെ ഉറൂസ് കമ്മിറ്റിയിൽ ഞാനുള്ളത് കൊണ്ടാണ് അടിപൊളിയായത്, ഞാനുള്ളത് കൊണ്ടാണ് സെറ്റപ്പായത്, ഒരു ചിന്തയും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഒരു കമ്മിറ്റിയിലും ഒരു സമിതിയിലും ഒരു മീറ്റിംഗിലും നമ്മളൊന്നുമല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ എടുക്കുന്ന തീരുമാനത്തിന് വലിയ ബറക്കത്ത് അല്ലാഹു തരും. ആ എടുക്കുന്ന തീരുമാനത്തിന് വലിയ ഇസ്സത്ത് അല്ലാഹു തരും. അല്ലാഹുവേ, പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കല്ലാ. മൂന്നാമത്തത് പറയുകയാണ്, വിശദീകരിക്കുന്നില്ല, പെട്ടെന്നത് പറഞ്ഞു തീർത്ത് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ദുആ ചെയ്യാം. അന്തരീക്ഷമൊക്കെ ഇങ്ങനല്ലേ, കുഞ്ഞുമക്കളൊക്കെ ഒരുപാട് വന്നതല്ലേ. മൂന്നാമത്തെ തുറക്കേണ്ട കവാടവും അടക്കേണ്ട കവാടവും ആദ്യം അടയ്ക്കുന്നത് പറയാ ബാബുർ റാഹ. റാഹത്തിന്റെ വാതിൽ അടച്ചിട്ട് ബാബുൽ ജുഹദ്, കഷ്ടപ്പാടിന്റെ, നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥമാണ്, പരിശ്രമത്തിന്റെ വാതിൽ തുറക്കണം. റാഹത്ത് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിക്ക് ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ സുഖമായിട്ടിരിക്കുക, അങ്ങനെ സുഖമായിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് വിളിച്ചാലും വരൂല, വന്നാൽ ഇനി ഒരാൾ കൊണ്ടുവന്നാലോ അയാൾ വന്നതുപോലും ആരും അറിയില്ല, അങ്ങനെ ഒരു അറ്റത്ത് ഇങ്ങനെ. ആ പരിപാടിയല്ല, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, അവസാന സമയം വരെ പരിശ്രമിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ, ഇപ്പൊ ദർസ് നടത്തുന്ന ഉസ്താദുമാർ, അവർക്ക് ദർസ് നടത്താനാണ് ഇഷ്ടം. റൂഹ് പിരിയുന്ന ദിവസവും ദർസ് നടത്താൻ അവർക്ക് ഇഷ്ടമാണ്. കാപ്പിലൂർ ഉസ്താദ് സുഖമില്ലാതെ കിടന്ന സമയത്ത് പൊട്ടച്ചിറ അൻവരി അറബി കോളേജിന്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കിതാബുമായിട്ട് വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇൽമ പറഞ്ഞു തരാം എന്ന്. മഹാന്മാരെ എല്ലാ ഉസ്താദുമാരും അങ്ങനെ തന്നെ, എല്ലാ ഉസ്താദുമാരും. അവർക്കിപ്പോ ജിഫ്രി തങ്ങളെ സംബന്ധിച്ചിടത്തോളം 100 കണക്കിന് ജോലിയുണ്ട്. അതൊരു സാധാരണ ഒരു നമ്മളെപ്പോലുള്ള ഒരാളാണെങ്കിൽ തല പൊട്ടിത്തെറിക്കേണ്ട സമയം കഴിഞ്ഞു. അള്ളാഹു ഇസ്സത്തും ആഫിയത്തും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോഴും ദറസ്, മറ്റു കാര്യങ്ങൾ ഒന്നും മുടക്കൂല. തിരുവനന്തപുരത്തേക്ക് ഒരു പ്രോഗ്രാം വിളിച്ചാൽ ദറസിന്റെ സമയത്ത് മടങ്ങിയെത്താൻ പറ്റുമെന്ന് ആദ്യം ട്രെയിനിന്റെ സമയം നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാ വലിയ പ്രസിഡന്റ് അല്ലേ, 3 ദിവസം ദറസ് മുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ ചിന്തിക്കൂല. ദറസ് അങ്ങനെ മുടങ്ങാനുള്ളതല്ല എന്ന ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. അതാണ് ജുഹദ് എന്ന് പറയുന്നത്. ജുഹദ് അതാണ്. സുഖമില്ലല്ലോ, കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നല്ല. പാതിരാത്രി 1:30 മണിക്ക് മാലിക് ദീനാർ പള്ളിയുടെ ഖാലിയുടെ റൂമിന്റെ അകത്ത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഇത്ര വരുന്ന വെറുതിന്റെ കിതാബ് വായിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. പ്രസംഗം കഴിഞ്ഞ് ഒരുമിച്ച് ട്രെയിനിൽ പോകാനായിട്ട് ഉസ്താദിനെ വിളിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കട്ടിൽ കിടന്നിട്ട് അത്ര ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഇരുന്നോതുമായിരുന്നു. അത്ര ക്ഷീണമുണ്ട്, കട്ടിൽ കിടന്നിട്ട് അത് ഓതി തീർക്കുകയാണ്. ബാക്കി ഇത് എല്ലാ ദിവസവും ഓതേണ്ടതാണ് മോനെ, അത് തീർക്കണം, എന്നാലാണ് റാഹത്ത് കിട്ടുള്ളൂ എന്നാണ്, സമാധാനവും സന്തോഷം കിട്ടുള്ളൂ എന്നാണ്. അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല അവര് കണ്ട റാഹത്ത്. മക്കളിങ്ങനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കലല്ല അവര് കണ്ട റാഹത്ത്. എന്തിനേറെ സമസ്തയുടെ മഹാരഥന്മാരായ മശായിഖന്മാര് നടന്നു പോകുമ്പോ അവരുടെ ശിഷ്യഗണങ്ങളുടെ ചെരുപ്പെടുപ്പിട്ട് കൊടുക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. കുപ്പായത്തിന്റെ കമീസ് പോലും ചിലപ്പോ നല്ലതുപോലെ ഇടൂല, അതൊന്ന് പിടിച്ചിട്ട് കൊടുക്കുന്നത് പോലും വേറൊരാൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ കുവൈറ്റിലൊരു പരിപാടിക്ക് പോയത്. അല്ലാഹുവേ, ഇതെന്തോ ഒരു ദിവസമാണ്. ഈ മഹാന്റെ ഹദറത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോ സമസ്തയുടെ മുഴുവൻ ഗുരുനാഥന്മാരും അറിയാതെ എന്റെ നാവിലേക്ക് ഇങ്ങനെ വന്നു പോവുകയാണല്ലോ. അല്ലാ, കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ കുവൈറ്റിൽ പോയ ഓർമ്മ എനിക്കുണ്ട്. ഉസ്താദിന്റെ കൂടെ വന്നത് മകനാണോ ശിഷ്യനാണോ എന്നറിയില്ല. ഞാൻ അവരോട് രഹസ്യമായിട്ട് പറഞ്ഞ്, രാത്രി റൂമിൽ താമസിക്കുമ്പോ ഉസ്താദ് ഇന്ന് ധരിച്ച വസ്ത്രം എനിക്കൊന്ന് തരുവോ? ഉസ്താദ് പോലും അറിയണ്ട. ഞാനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് സർഫിട്ടിട്ടൊന്ന് കുലുക്കി ഒന്ന് പിഴിഞ്ഞു തരാം, ഒരു ബറക്കത്തിനാണ്. ഉസ്താദുമാരെ വസ്ത്രമലക്കിയവര് തോറ്റുപോയിട്ടില്ല, ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തവര് പരാജയപ്പെട്ടു പോയിട്ടില്ല. അവര് കഴിച്ചിട്ട് കഴുകാൻ വേണ്ടി വെച്ച
പാത്രത്തിന്റെ അറ്റത്തിരിക്കുന്ന ചോറ് കഴിച്ച ഒരാളും ഈ ഭൗതിക ലോകത്ത് തോറ്റുപോയിട്ടില്ല. അവരെ ചെരുപ്പ് നേരെ വെച്ച് കൊടുത്തവര്, അവർക്ക് കർച്ചീപ്പ് കൊടുത്തവര്, അവര് തുമ്മുമ്പോ തുടക്കാ തുണി കൊടുത്തവര്, അവര് കരയുമ്പോ കണ്ണീര് തുടച്ചവര്, അവര് നനയാറ് കുട പിടിച്ചു കൊടുത്തവര്, അവർക്ക് വാഹനത്തിന്റെ ഡോറ് തുറന്നു കൊടുത്തവര്, ഈ ഭൗതിക ലോകത്തിന് വരെ ഒരുത്തന്റെ മുന്നിലും അവർക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട കുട്ടി പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിബന്ധനയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിബന്ധനയാണ്, ഇതൊന്നും വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന്. ആലോചിച്ച് നോക്ക്, ചെയ്യാൻ എത്ര ആളുകളുണ്ട്, കൊടുക്കാൻ എത്ര ആളുകളുണ്ട്. ജിഫ്രിത്തങ്ങൾക്ക് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഒരു വോയിസ് വന്നു നോക്കട്ടെ. MD ഉസ്താദിന് ഒരു വലിയ വാഹനം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇട്ട് നോക്കട്ടെ. ആലിക്കുട്ടി ഉസ്താദിന് ഒരു ഹെലികോപ്റ്റർ വാങ്ങിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വന്നാൽ ആഗ്രഹം പോലും തെറ്റാണെന്ന് അണികൾ പറയൂല. അത് വാങ്ങിക്കൊടുക്കാൻ എന്ത് ചെയ്യും എന്നാണ് ആലോചിക്കുള്ളൂ. പക്ഷേ അവർക്ക് ആലോചിച്ച് നോക്ക്, എന്തെല്ലാം കിട്ടും ഈ ഭൗതിക ലോകത്ത്, എന്തൊക്കെ നേടാം അവർക്ക് ഭൗതിക ലോകത്ത്. പക്ഷെ അവരെപ്പോഴും ആ ഒരു താഴ്മയെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്പോഴും കഷ്ടപ്പെട്ട് ദറസെടുത്ത് പഠിപ്പിച്ച് കൃത്യമായി ഓടി നടന്ന് ത്യാഗം ചെയ്ത് പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ വളർന്നു വരുന്ന ചെറുപ്പക്കാർ കണ്ടുപഠിക്കണം. വളർന്നു വരുന്ന ചെറുപ്പക്കാർ കണ്ടുപിടിക്കണം. ഒരു ദിവസം എത്ര പരിപാടിക്കാണ് അവരൊക്കെ പോകുന്നത്, എന്തൊക്കെ മീറ്റിങ്ങിലാണ് അവർ പോകുന്നത്. ഒരു വോയിസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നോക്കേ, അപ്പൊ വരാം 5 മിനിറ്റ് കഴിയുമ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ വോയിസ് വരും, ഇന്ന സ്ഥലത്തെ SKSFന്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും. നമ്മൾ പ്രവാചകരായ നമ്മളടുത്തും കാണാൻ ഒരു SKSFന്റെ യൂണിറ്റ് ചെയ്യുന്ന ഉസ്താദ്, ഇവിടെ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടക്കുന്നുണ്ട്, ഉസ്താദിന്റെ ഒരു വോയിസ് കിട്ടിയ റാഹത്തായിരിക്കും. ഉസ്താദ് പറയും, തിരക്കാണ് മോനെ, വൈകുന്നേരം ആവട്ടെ, നോക്കട്ടെ, ബിസിയാണ്, ഫുള്ള് രാത്രി പ്രസംഗമാണ്, ക്ഷീണമാണ്, അങ്ങനെ ആനയാണ്, തേനയാണ്, തേങ്ങാ കൊലയാണ്. ഒരു വോയിസ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഒന്നും ദുനിയാവിൽ സംഭവിക്കാനില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് അത്രയും വലിയ തല ആരാ തന്നത്? നമ്മൾ എന്നാണ് ഇത്ര വലിയ ആളായത്? ഒരാൾക്ക് ഒരു വോയിസ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ പ്രകാശനം. ഉസ്താദ് ഞങ്ങളുടെ നാട്ടിലെ അതാണ്, ഈ പ്രകാശനം ചെയ്യാൻ പോകുന്ന ആളിനെക്കാളും ചോട്ട മൊയിലാക്കന്മാരായിരിക്കും ചിലപ്പോൾ ഇതിൽ പ്രസംഗിക്കുന്നത്. അതൊന്ന് കൈ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അതിങ്ങനെ ചേർത്ത് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അവിടെ നമ്മൾ വലിയ ഒരു ഇൽമിന്റെ രാജാവാണ് എന്നൊരു സ്വയം തോന്നൽ വരുമ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഹിദ്മത്ത് ചെയ്യണം, മരിക്കുവോളം ഹിദ്മത്ത് ചെയ്യണം, അവസാന ശ്വാസം വരെയും ഹിദ്മത്ത് ചെയ്യണം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഹിദ്മത്ത് കൊണ്ട് ഭൗതിക ലോകത്ത് ഈ ആത്മീയമായ പുരോഗതിക്ക് എന്തെങ്കിലും ഒരു ഗുണം നീ കൊടുക്കണേ അല്ലാ. ആ ഹിദ്മത്ത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നീ കൊടുക്കണേ റബ്ബേ. പ്രസംഗിച്ച് അവര് തരുന്ന മാന്യമായ പൈസയും വാങ്ങി സുഖമായിട്ട് മക്കളെയും ഭാര്യയും നോക്കി ജീവിച്ചാൽ ഒരാളും വീട്ടിൽ ഒന്നും അടിക്കത്തൊന്നുമില്ല. ബാക്കി പൈസ ബാങ്കിലിടാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാം. ഇഷ്ടമുള്ള വണ്ടിയെടുത്ത് രാജകലയിൽ നടന്നാൽ ഒരാളും എന്തിനാ ബാക്കവി നിങ്ങൾ അങ്ങനെ നടക്കുന്നത് മോശമാണെന്ന് പറയൂല. എല്ലാവർക്കും ബഹുമാനം കൂടും, ആദരവ് കൂടും. അതാണ് ലോകം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ സ്നേഹസാഗരം, അറബിക് കോളേജ്, സംഘടനാ പ്രവർത്തനം, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ആഖിറം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. സംശയമുണ്ടെങ്കിൽ ചെയ്യൂല, ഉറപ്പുള്ളത് കൊണ്ടാണ്. നമ്മൾ മരിച്ചുകൊണ്ടേ പ്രിയപ്പെട്ടവരെ. ഇവിടുത്തെ ചാരത്ത് ഇങ്ങനെ അത്ഭുതകരമായ ഉറൂസിന് നമ്മൾ വന്ന് കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വിജ്ഞാനത്തിന്റെ വിപ്ലവം തീർത്തത് മാത്രമല്ല, ഹിദ്മത്തിന്റെ കൊട്ടാരം പണിഞ്ഞവരാണവർ. എത്ര യാത്ര ചെയ്തു. ഞാൻ ആ ചരിത്രത്തെക്കുറിച്ച് കേട്ടത്, സ്വന്തമായി സ്റ്റേജ് കെട്ടി, സ്വന്തമായി നോട്ടീസ് അടിച്ച്, സ്വന്തമായി പരിപാടി നടത്തിയ ആളാണ് കിടക്കുന്നത്. അവിടുത്തെ മുമ്പിൽ ഒരു കസേര വന്നിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഭാഗ്യമല്ല എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് മനസ്സിലാക്കിക്കോളിയും പ്രിയപ്പെട്ടവരെ. അപ്പൊ പഠിച്ചത് മാത്രമല്ല, ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുനാഥൻ നേരത്തെ പ്രസംഗിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാനത് സലാഹുദ്ദീൻ ഫൈസി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളത് ശ്രദ്ധിച്ചോ ഉസ്താദെ ആ പറഞ്ഞ പോയിന്റ്. അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ടോപ്പ് ലെവലിലാണ് ആരുള്ളത്? ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുള്ളത് ടോപ്പ് ലെവലിലാണ്. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് എത്താൻ പ്രയാസമാണ്. അങ്ങനെ ഒരു ലെവലിലാണ് എത്തി നിൽക്കുന്നത്, ഭാഷാ പാണ്ഡിത്യത്തിലും ബുദ്ധിയിലും അറിവിലും. അങ്ങനെ ഒരു കഴിവ് നമ്മുടെ മക്കളിൽ, ആ കഴിവിന്റെ 100% നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അവർക്ക് ദീനിനോട് താല്പര്യം കുറയും. ആ താല്പര്യം പിന്നെ ഉസ്താദുമാരുണ്ടാക്കണം, മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം, ഓട്ടോമാറ്റിക്കലി കുറയാൻ ചാൻസ് കൂടുതലാണ്.
ഭൗതിക ലോകത്ത് എന്തും നേടാൻ പറ്റുന്ന ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കഴിവ് ബഹുമാനപ്പെട്ടവർ നേടിയെടുത്തിട്ടാണ് ആ തലയ്ക്കൊട്ടും ആ തസ്ബീഹുമാലയും കൊണ്ട് ആത്മീയതയുടെ വിപ്ലവം പണിയെടുത്ത് ജുഹുദ് നടത്തിയതെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ അവിടുത്തെ പൊരുത്തത്തിന്റെ കീഴിലെ അവസാനത്തെ സഫിലെങ്കിലും ഞങ്ങളെ ചേർക്കണേ അല്ലാ. എത്രയോ ആളുകൾ എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും അവിടുത്തെ ഹദറത്തിലേക്ക് ഓതുന്നവരുണ്ട്. അവർക്ക് അല്ലാഹുവേ, നീ ഇവിടുത്തെ മഹബ്ബത്ത് കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ, നീ തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന്റെ വാതിലുകൾ പറഞ്ഞാലും പാടിയാലും എഴുതിയാലും തീരാത്തതാണ് അല്ലാ. ഇപ്പൊ 3 വാതിലുകൾ അടച്ചു, 3 വാതിലുകൾ തുറന്നു. അള്ളാഹുവിനറിയാം മഴ പെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഏത് വാതിലാണ് അടച്ചതെന്ന് അള്ളാഹ്ക്കറിയാം. ശക്തമായ മഴയാണ്. ഇവിടെ കോഴിക്കോട് മാത്രമല്ല, വരയ്ക്കൽ മാത്രമല്ല, കേരളത്തിൽ 90% സ്ഥലത്തും ഇപ്പം മഴയാണ്. ഞാൻ എൻ്റെ നാട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു, വലിയ മഴയാണ്. അവിടെയാണെങ്കിൽ സ്നേഹസാഗരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സമാപന ഫിനിഷിംഗ് വർക്കാണ്. മഴ വീഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കാകെ ഇങ്ങനെ ടെൻഷനായി. എപ്പോൾ തീരും? 13-ാം തീയതിക്ക് മുമ്പ് തീർക്കണ്ടേ? അപ്പം അതിൻ്റെ ഒരു പ്രയാസമുണ്ട് മനസ്സിൽ. പക്ഷേ തവക്കലത്തു അലല്ലാഹ്, അള്ളാഹു അല്ലേ എല്ലാം തർത്തീബാക്കുന്നതും നടത്തുന്നതും, നമ്മളല്ലല്ലോ. അതുകൊണ്ട് നമുക്കിങ്ങനെ കാണാനും കേൾക്കാനും പറ്റൂ. ചെയ്യുന്നത് രാജാതിരാജനായ റബ്ബാൻ. ഇൻഷാ അല്ലാഹ് ബാക്കിയൂടെ പറഞ്ഞ് പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. ബക്കറ്റ് കളക്ഷൻ നടത്തിയാലോ? നേരെ മഴ ഉണ്ട്, കേൾക്കൂല, ശബ്ദം നേരെ പ്രശ്നം. എല്ലാരും മുന്നോട്ട് കയറിയെന്നുള്ളൂ. ബക്കറ്റ് വരെയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൈസ ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ വർഷവും ഇവിടെ വരാനും വേണ്ട ഖിദ്മത്തുകൾ ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചെയ്യാനും സാന്നിധ്യം കൊണ്ടും ചെയ്യാനും നമുക്കെല്ലാം നീ ഭാഗ്യം നൽകണേ റബ്ബേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ചെയ്തു കൊടുക്കി. ഇവിടെ കൊടുക്കുന്നത് മോശമല്ല, ഇവിടെ ചെയ്യുന്നത് വെറുതെയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്തോളി. എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് കൊടുത്തോളി. എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് കൊടുത്തോളി. അല്ലാഹുവേ, പടച്ചവനെ, ഈ സ്വതക്ക ചെയ്യുന്നവരെ വെറുതെയാക്കല്ല അല്ലാ. ഈ സ്വതക്ക ചെയ്യുന്നവരുടെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പന്തലൊക്കെ ഒരുവിധം സ്ട്രോങ് ആണ്, മാഷാ അല്ലാഹ്. അങ്ങനെ അതായതുകൊണ്ട് തന്നെ നല്ല സ്വതക്ക ഇട്ട് കൊടുക്കുകയും ധാരാളം ചെലവ് നടത്തിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. നനയുന്നുണ്ടോ അകത്ത്? കുറച്ച് സ്ഥലത്തൊക്കെ ലൈവ് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ നമ്മുടെ ലൈവ് അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾക്ക് വരക്കൽ മഖാമിന്റെ പ്രോഗ്രാം എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ജാബിർ ചളിങ്ങാട് എന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. അൽഹംദുലില്ലാ, ആ സഹോദരന് ഇസ്സത്ത് കൊടുക്കട്ടെ. അള്ളാഹു കൊടുത്ത ജോലി ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഉറൂസിന്റെ പോരിശ കൊണ്ട് അള്ളാഹു കൊടുത്ത ആ മഹത്തായ അദ്ദേഹത്തിന് നിലവിൽ ഉള്ള ജോലി ബറക്കത്തിൽ നിന്ന് ബറക്കത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ഒരുപാട് സഹായം പാവങ്ങൾക്ക്, സാധുക്കൾക്ക്, സ്നേഹസാഗരത്തിന്, കോളേജിനൊക്കെ ചെയ്യാൻ അള്ളാഹു ആ സമ്പത്ത് അധികരിപ്പിച്ചു കൊടുക്കട്ടെ. ബറക്കത്തുള്ള പൈസയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും സഹായിക്കും കേട്ടോ. എല്ലാവരും സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ബക്കറ്റ് കൊണ്ടുവരും. ഇൻഷാ അല്ലാഹ് കാര്യമായി സഹായിച്ചു കൊടുക്കും. മഴ ആയതുകൊണ്ട് നോട്ടിട്ട നനയും എന്ന് ചിന്തിക്കണ്ട. നോട്ട് തന്നെ ഇട്ടോളി കേട്ടാ. നനഞ്ഞാൽ അവർ ഉണക്കിയെടുത്തോളും, കുഴപ്പമൊന്നുമില്ല. അല്ല, അങ്ങനെ ചിന്തിക്കും ചില ആളുകൾ. മഴയല്ലേ അതുകൊണ്ട് ചില്ലറ ഇടാം, നോട്ട് വേണ്ടാന്ന്. നോട്ട് തന്നെ ഇട്ടോളി. ഇൻഷാ അല്ലാഹ് 4, 5, 6 3 കൂടെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. 4-മത്തത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്, ബാബു നൗം, ഉറക്കത്തിന്റെ വാതിലുണ്ടല്ലോ അത് അടയ്ക്കണം. എന്നിട്ട് ബാബു സഹർ, ഉറക്കമൊഴിക്കലിന്റെ വാതിൽ തുറക്കണം. അങ്ങനെയാണ്.
അപ്പോൾ നിങ്ങൾ പറയും അത് നമ്മൾ അങ്ങനെയാണല്ലോ ഉസ്താദെ, ഉറക്കത്തിൻ്റെ വാതിൽ നമ്മൾ എന്നേ അടച്ചു, കോഴിക്കോട് കടപ്പുറത്തല്ലേ നമ്മളെ കറക്കം. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഒരു സഹോദരൻ രാത്രി വിളിച്ചു, മക്കളെ ഒരു ദിവസം ഉസ്താദെ ഇവിടുത്തെ കാഴ്ച കാണേണ്ടത് തന്നെയാണ്, നിങ്ങൾ ഇവിടെ അല്ലേ കൂടുതൽ വാത് പറഞ്ഞത്, അത് കാണാനുണ്ട്. അങ്ങനെ നളിക്കുകയാണ് സഹോദരിമാർ. ഭർത്താവാണോ കാമുകനാണോ അല്ലാഹു ആലം, ഏതായാലും ഒരു കോന്തം കൂടെ ഉണ്ടാവും, ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ആസ്വദിക്കുക തന്നെ കോഴിക്കോട് കടപ്പുറത്ത് പാതിരാത്രിയിൽ 1 മണിക്ക് 2 മണിക്ക്. കടല് തിന്നുന്നത് ഹറാമാണോ ഉസ്താദെ, കടല് കാണുന്നത് ഹറാമാണോ ഉസ്താദ് എന്നൊക്കെ ചോദിക്കും. ഒന്നും ഹറാമല്ല, ചെയ്തോളി. ഖബറിൽ ചെല്ലുമ്പോൾ അങ്ങോട്ട് അറിഞ്ഞാൽ മതി ഹറാമാണോ ഹലാലാണോ. അള്ളാഹുവിന് വേണ്ടിയുള്ള ഉറക്കമൊഴിക്കലാണ് തുറന്നു വെക്കേണ്ടത്. പാട്ടിനും ഡാൻസിനും ആഡംബരത്തിനും അനാവശ്യത്തിനും വേണ്ടിയുള്ള വാതിലല്ല തുറക്കേണ്ടത്. അതിനുവേണ്ടിയല്ല ഉറക്കമൊഴുക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കലിന്റെ വാതിൽ തുറക്കുക, അള്ളാഹു അല്ലാത്തതിനു വേണ്ടി ഉറക്കമൊഴിക്കലല്ല. എത്ര പാതിരാത്രികൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ അത് തുടങ്ങി വെച്ചത് മദീനയുടെ രാജകുമാരനല്ലയോ, അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഉറക്കമൊഴിക്കലിന്റെ രാത്രി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്ന സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പു പറഞ്ഞ 10 സ്വഹാബികൾ ആരാണ് രാത്രിയിൽ സുഖലോലുപതയോടെ കിടന്നുറങ്ങിയത്? ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ചാട്ടവാറുകൊണ്ട് ശരീരത്തെ പ്രഹരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഉറക്കത്തിന്റെ വാതിൽ അടയട്ടെ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ഒരു ബാധ്യതയുമില്ലാതെ സുഖമായി കിടന്നുറങ്ങുക, വീണ്ടും ഭക്ഷണം കഴിക്കുക, വീണ്ടും സുഖമായിട്ട് ഉറങ്ങുക. അതല്ല, ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലായി കുറച്ച് സമയത്തേക്ക് ഉറക്കമിടിഞ്ഞ് അല്ലാഹുവിനെ ഓർക്കാൻ. കുടുംബത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ യജമാനനായ പടച്ച റബ്ബിനെ ഓർക്കാ. ഉറക്കമൊഴിക്കലിന്റെ വാതിനെ തുറന്നിടുക. വീണ്ടും മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബാബു നൗമ് നിങ്ങൾ അടച്ചു വെക്കുക, എന്നിട്ട് ബാബു സഹർ തുറന്നു വെക്കുക. ഉറക്കത്തിന്റെ വാതിൽ അടച്ചു വെച്ചിട്ട് ഉറക്കമൊഴിക്കലിന്റെ വാതിൽ നിങ്ങൾ തുറന്നു വെക്കുക. ഇബാദത്തിന് വേണ്ടി, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി, ഒരുപാട് നന്മകൾക്ക് വേണ്ടിയിട്ട് ഉറക്കമൊഴിക്കാൻ വേണ്ടി. കല്യാണത്തിനൊക്കെ എത്രയോ വെറുതെ അനാവശ്യമായ ഉറക്കമൊഴിക്കൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം വരുന്നുണ്ട്. ബാബുൽ ഗിന വൽ ഫഖർ ആണ് എടുത്തത്. ബാബുൽ ഗിന എന്ന് പറഞ്ഞാൽ അടയ്ക്കേണ്ട വാതിലാണ്, തുറക്കേണ്ട വാതിലല്ല. ഗിന എന്ന് പറഞ്ഞാൽ സമ്പന്നതയുടെ, ആഡംബരത്തിന്റെ, അഭിവൃദ്ധിയുടെ, വലിയ കൊടുമുടിയിലേക്ക് എത്താനുള്ള ആഗ്രഹത്തിന്റെ വാതിലടയ്ക്കണം. ഫഖറിന്റെ വാതിൽ തുറക്കണം, ദാരിദ്ര്യത്തിന്റെ വാതിൽ. പേടിക്കാനൊന്നുമില്ല, വിഷമൊന്നും നമ്മൾ കഴിക്കേണ്ടി വരില്ല. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമില്ലേ, ഇന്നത്തെ ദിവസം കഴിച്ച ഭക്ഷണമില്ലേ, ആ ഭക്ഷണത്തിന്റെ 10ൽ 1 കഴിച്ചാൽ ഒരു മനുഷ്യന് സുഖമായിട്ട് ജീവിക്കാം. നിങ്ങൾ കരുതിയാൽ മതി. നമുക്ക് അങ്ങനെ തന്നെ കഴിക്കണം, നമ്മൾ വാശിയൊന്നും പിടിക്കണ്ട. ഇന്ന് നമ്മൾ പേരകൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല, എവിടെ നിന്ന് വരക്കൽ മക്കാമിൽ വന്ന സ്ഥിതിക്ക് ഹോട്ടലിൽ കയറി കാണും. എവിടെയെങ്കിലും കോഴിക്കോട് വരുമ്പോൾ രുചികരമായ ഭക്ഷണം എവിടെന്നെങ്കിലും പേരകനോ സാഗറോ എവിടെന്നെങ്കിലും കഴിക്കും. അപ്പം നമ്മൾ ആ കഴിച്ചതിൻ്റെ 10ൽ 1 മതി ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു ദിവസം. അപ്പം നമ്മൾ കുറച്ച് എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞ ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കണമെന്നല്ല, മറിച്ച് ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഗിനയുടെ വാതിൽ നമ്മൾ തുറക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കരുത്. അത് വരുന്നെങ്കിൽ വന്നോട്ടെ, അതിൻ്റെ പിന്നാലെ നമ്മൾ ഓടരുത്. അത് വരുന്നെങ്കിൽ വന്നോട്ടെ. ഫഖറിന്റെ വാതിൽ മനഃപൂർവ്വം നമ്മൾ തുറക്കണം. എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന പൈസ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടി എവിടെ നിന്ന് ഏറ്റെടുക്കണം? 30,000 രൂപ ഉണ്ട് തുടങ്ങി വെക്കാൻ ഒരു മഹാൻ, ഏതെങ്കിലും ഒരു വ്യക്തി. ആ പൈസ ഞാൻ കൊടുക്കുന്നുണ്ട്, നാളെ എനിക്ക് മറ്റേ കടയിൽ പോകാൻ പറ്റൂല, കല്യാണത്തിന് പോകാൻ പറ്റൂല, ദാരിദ്ര്യമാണ്. ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ചാരത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു കുഞ്ഞിന് ഒരു വർഷത്തേക്ക് ഒരു 30,000 രൂപ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഖുലൂ തക്ബീർ. നമ്മുടെ ജാബിർ ചളിങ്ങാട് 1ാമത്തെ ആളിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ വേറൊന്നും ചിന്തിക്കുന്നില്ല. ഈ പൈസ ഞാൻ കൊടുത്താൽ നാളത്തെ എൻ്റെ ബിസിനസ് എന്താവും, നാളത്തെ എൻ്റെ മറ്റേ പോക്ക് എന്താവും, അടുത്ത മാസത്തെ എൻ്റെ കച്ചവടം എന്താവും, അവിടെ കൊടുക്കാനുള്ള പൈസ എന്താവും, അത് ചിന്തിക്കേണ്ട. സോലിഹാണ് എന്നതിൻ്റെ അടയാളത്തിന് ആലോചിക്കാൻ പോലും നേരം കൊടുക്കാതെ ചാടി എഴുന്നേറ്റു. ആലോചിക്കാൻ പോലും നേരമില്ലാതെ ചോദിച്ചതേ ഉള്ളൂ.
ആലോചിക്കാൻ പോലും നേരമില്ലാതെ ചാടി എഴുന്നേറ്റു. സമസ്തയുടെ ഒരുപാട് ഗുരുനാഥന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൻ, ഒരുപാട് തങ്ങന്മാരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരൻ, പ്രഭാഷകരിൽ ഈ വിനീതനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അത്ര സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്ന, വീട്ടിൽ ഒരു ഉസ്താദ് വന്ന് ദുആ ചെയ്താലും ഓടിപ്പോട്ട് പറയും നൗഷാബാക്കോയ്ക്ക് ദുആ ചെയ്യണമെന്ന് പറയും. എനിക്ക് വേണ്ടി ചിലപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തൊരു വീട് എൻ്റെ വീടായിരിക്കൂല, അത് അദ്ദേഹത്തിൻ്റെ വീടായിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ആ സഹോദരന്റെ പേരിൽ മദീനയുടെ തിരുമുറ്റത്തേക്ക് കോടിക്കണക്കിന് സ്വലാത്തുകളാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇനി ഈ പ്രിയപ്പെട്ടവരുടെ ഹളറത്തിലേക്ക്, ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു 70,000 ദിക്ർ ബഹുമാനപ്പെട്ടവർക്ക് ഹദിയ ചെയ്ത കൂലി ഈ മണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് ജാബറിന് നീ കൊടുക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഭാഗ്യവാനേ ഈ പവിത്രമായ മജ്‌ലിസിൽ വന്നിരുന്നിട്ട് ഇവിടെ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനുഭാവന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടത്തേക്ക് വേണ്ടി ഹദിയ ചെയ്ത കൂലി അല്ലാഹുവേ ആ സഹോദരന് കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഒരാൾ തന്നെ അവിടെ ഒന്നും നിർബന്ധമൊന്നുമില്ല, ഒരു 2-3 പേരെ കൂടെ പറയാം. ബിസ്മില്ലാ. സന്തോഷമായിട്ട് മഹാന് വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ ചെയ്യും. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മക്കൾക്കും ഒന്നുമല്ല, ഇവിടത്തേക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ. അവിടുത്തെ ദറജ അങ്ങോട്ട് കൂടട്ടെ, അവിടുത്തെ പദവി അങ്ങോട്ട് കൂടട്ടെ. സ്വർഗത്തിന്റെ സുന്ദര സിംഹാസനത്തിൽ ഇരുന്നിട്ട് മാഷാ അല്ലാ മാലാഖമാർ ചെന്നിട്ട് പറയട്ടെ, ഒരു പാവപ്പെട്ട ചണ്ടിയാണെന്നെല്ലാവരും പറഞ്ഞ, ആർക്കും വേണ്ടാത്ത ഒരുത്തൻ, ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ അങ്ങയുടെ ഹളറത്തിൽ വന്നിരുന്നിട്ട് അങ്ങേക്ക് വേണ്ടി സ്വർഗീയ മജ്‌ലിസിൽ വെച്ച് ദിക്ർ ചൊല്ലിപ്പിച്ചു. അതിൻ്റെ കൂലിയാണിത്. അവിടുത്തെ പൊരുത്തം കിട്ടാൻ പിന്നെ തോന വേണോ? അള്ളാഹുവെ, അങ്ങനെ ഒരു സൗഭാഗ്യം അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ആൾ, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു രണ്ടാമത്തെ ആൾ ഉസ്താദെ അടുത്ത 1 വർഷക്കാലം ഇവിടത്തെ ചാരത്തിരുന്നുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഹിഫ്ള് പഠിക്കുന്ന പൊന്നുമോന്റെ ഭക്ഷണത്തിന്റെ ചിലവ് അൽഹംദുലില്ലാഹ് അത് ഞാനാണെന്ന് പറയുന്ന രണ്ടാമത്തെ ഒരാൾ, അല്ലാഹുവേ ഒരു സ്ഥലത്തും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. ബിസ്മില്ലാ. ആരാണ് രണ്ടാമത്തെ ഒരാൾ ഈ സദസ്സിൽ നിന്ന്? ഖുലൂ തക്ബീർ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, നാളെക്കുറിച്ചൊന്നും ചിന്തയില്ല. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുമെങ്കിൽ ഉസ്താദെ എന്തിന് ഞാൻ മടിക്കണം? ഇനി ഇന്നത്തെ ദുആ പോട്ടെ, ദിക്ർ പോട്ടെ, ഒന്നും അല്ലാഹ് സ്വീകരിച്ചില്ല എന്ന് വെക്ക്. ഈ കുഞ്ഞു മക്കൾ ഓതുന്ന ഖുർആൻ കാരുണ്യവാനായ റബ്ബ് തട്ടിക്കളയോ? എന്താണ് നിങ്ങളാ പറയുന്നത് സഹോദരിമാരെ? ആലോചിക്ക്. ഈ കുഞ്ഞു മക്കൾ ഓതുന്ന ഖുർആൻ തട്ടിക്കളയോ? സഹോദരിമാരെ ഭാഗത്തുനിന്ന് ഒരാളെങ്കിലും പറഞ്ഞാൽ സന്തോഷം. ഞാൻ സമയം നഷ്ടപ്പെടുത്തുന്നില്ല, പറഞ്ഞ് നിർത്താൻ പോവാണ്. പക്ഷേ നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു 3 ആൾ പറയുന്നത് റാഹത്താണ്. രണ്ടാമത് പറഞ്ഞ ആളിൻ്റെ പേര് അറിയോ? ഉസ്താദിനറിയോ? ഒന്ന് ചൊല്ലി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കും. പെട്ടെന്ന് കൊണ്ടുവരും ഹബീബേ. അല്ലാഹു നമുക്ക് ചൊല്ലാം, ദിക്ർ ചൊല്ലാം, അപ്പോൾ ലിസ്റ്റൊക്കെ വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലുക്കളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൻസാർ ചേലാമ്പ്ര പറഞ്ഞിരിക്കുന്നു, ഒരു കുട്ടിയുടെ ചെലവ് 30,000 രൂപ. ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, കരുണക്കടലായ റബ്ബേ, രാജസയ്യിദായ പടച്ചോനെ, അൻസാർ ചേലാമ്പ്ര പറഞ്ഞ 30,000 സ്വതക്ക സ്വീകരിക്കണേ അല്ലാഹ്. ഒരു പ്രിയപ്പെട്ട കുട്ടിയുടെ ഹിഫ്ളിന് വേണ്ടി പറഞ്ഞതാണ് റബ്ബേ.
ആ കുട്ടിയുടെ ഹിഫ്ദിന്റെ പ്രതിഫലം ആ സഹോദരന് കൊടുക്കണേ അല്ലാ. ആ കുട്ടി ഓതുന്ന ഖുർആനിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ ചൊല്ലിയ ദിക്ർ അൻസാർ സാഹിബിന്റെ പേരിൽ ഇവിടെ കിടക്കുന്ന മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. എത്ര ആളുകൾക്ക് സമാധാനം കൊടുത്ത റാഹത്ത് കൊടുത്ത മഖാമാണ് പടച്ചോനെ. അല്ലാഹുവേ, ഈ ദിക്ർ ലക്ഷക്കണക്കിന് ദിക്റാക്കിയിട്ട് അവിടുത്തെ ദറജ ഉയർത്താൻ കാരണമാക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഇത് പറഞ്ഞ സാധുവായ സഹോദരന് ഒരു സ്ഥലത്തും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. നിന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ രാജാതിരാജനായ റബ്ബേ നീ ചേർക്കണേ അല്ലാ, നീ ചേർക്കണേ അല്ലാ. ആ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ അവിടുത്തെ ഹലറത്തിലേക്ക് ഈ ദിക്റിന്റെ കൂലി എത്തിക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. മൂന്നാമതൊരു സഹോദരി, ഒരു കുട്ടിയുടെ ചെലവ് 30,000 രൂപ. മാഷാ അല്ലാ. ഈ വർഷം ജാബർ തുടങ്ങിയത് കൊണ്ട് ഇൻഷാ അല്ലാ സിമ്പിളായിട്ട് പെട്ടെന്ന് പൂർത്തിയാവും. ഒരു ടെൻഷനും വേണ്ട. നാളെ കുമ്മൻ ഉസ്താദ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ 30 എണ്ണം ആവും. ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്തോളി. ഒരുപാട് ഗുണം അതുകൊണ്ടുണ്ടാവും. കഴിഞ്ഞ ഒരു വർഷം കൊടുത്ത ആളുകളുടെ ഭാഗ്യം നിങ്ങൾ ആലോചിക്കുക. ഈ മക്കൾ അതിലെത്ര ഹാഫിളായി പോവും. എത്ര പ്രാവശ്യമാണ് ഒരു ആയത്ത് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു ഹാഫിളാകണമെങ്കിൽ ഒരു ആയത്ത് എത്ര പ്രാവശ്യം ഓതണം. അതും ഇവിടുത്തെ ചാരത്തിരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, നെഞ്ചിലിങ്ങനെ റാഹത്ത്. അതിനേക്കാൾ വേറെ വേണോ? നമ്മളൊരു യാസീൻ ഓതാൻ വേണ്ടി, ഒരു ഫാത്തി ഓതാൻ വേണ്ടി എത്രയാണ് ഇവിടെ വരുന്നത്? ഞാൻ മുമ്പ് പാലത്തായി മൊയ്ദി ഹാജിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വിട പറഞ്ഞു പോയി, അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുടെ പേര് ഓട്ടോമാറ്റിക്കലി അറിയാതെ നാവിൽ വരികയാണ്. ഞാൻ ചിന്തിച്ച് പറഞ്ഞൊന്നുമല്ല പാലത്തായി മൊയ്ദി ഹാജിയെ, പക്ഷെ അത് പറയിപ്പിക്കുകയാണ്. അദ്ദേഹം വലിയ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. അദ്ദേഹം ശംസുൽ ഖദ്ദസ് അല്ലാഹു തങ്ങളെന്ന് പറഞ്ഞാൽ അല്ലോ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ്. എല്ലാ ദിവസവും ഇവിടെ വന്നാൽ യാസീൻ ഓതിട്ട് പോകുന്ന ആളാണ്. ഒരു പ്രാവശ്യം വന്നപ്പോൾ യാസീൻ ഓതാതെ ഒരു കല്യാണം എന്തുണ്ട്, അപ്പോൾ അങ്ങനെ യാസീൻ ഓതാതെ ഫാത്തി ഓതി. സമയമില്ലല്ലോ, അപ്പോൾ നിരന്തരം ഓതുന്നല്ലേ, പൊരുത്തപ്പെടില്ല. അതറിഞ്ഞൂടെ അവർക്ക്? പിന്നെ അങ്ങനത്തെ മനസ്സാണ്, പൊരുത്തപ്പെട്ടോളും. പക്ഷെ സംഭവം കല്യാണം ഇവിടെ എത്തിയപ്പോഴാണ് മൊബൈൽ ഇവിടെ ആയിപ്പോയെന്ന് ആലോചിച്ചത്. അങ്ങനെ തിരിച്ചു വന്ന് കല്യാണം നിർത്തിയിട്ട് തിരിച്ചിവിടെ വന്ന് യാസീൻ ഓതി കുറേ സമയം ഇരുന്ന് ദുആ ചെയ്തിട്ടാണ് പോയത്. അള്ളാഹ് ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ അൽഹംദുലില്ലാഹ് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൊയ്ദാജിയുടെ മകൻ. ആ മകന് അഭിവൃദ്ധിയും കൊടുക്കാനുള്ള മനസ്സും ധാരാളം സമ്പത്തിൻ്റെ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞിരിക്കുന്നു 30,000 ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ആ പൊന്നാര പെങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആ പെങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെയ്തത്, എത്ര ആഗ്രഹത്തോടെയാണ് പറഞ്ഞത്, എത്ര ബറക്കത്തോടെയാണ് പറഞ്ഞത്. അല്ലാഹുവേ, നിരാശപ്പെടുത്തല്ല അല്ലാ. റഹ്മാനായ പടച്ചോനെ, ആ പൊന്നാര പെങ്ങൾക്ക് ഒരുപാട് ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മഹാന് വേണ്ടി ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടെ ഓതി ഹദിയ ചെയ്ത കൂടി ഈ രാത്രി തന്നെ അവർക്ക് വേണ്ടിയുള്ള നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തണേ അല്ലാ. ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹുവേ വിശാലമാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. അബ്ദുറഹീം എന്ന സഹോദരൻ 4ാമത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കുട്ടിയെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എല്ലാ മഹാന്മാരും പറയും എനിക്കൊരു കോളേജ് വേണം, എനിക്കൊരു കോളേജ് വേണം. അത്തിപ്പറ്റ ഉസ്താദ് അവസാന ഘട്ടം വരെയും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ലാസ്റ്റ് വിട പറയുന്നതിന് മുമ്പ് ഒരു ബഡാ സ്ഥാപനമാണ് പണിഞ്ഞു വെച്ചിട്ട് പോയത്. എപ്പോഴും മക്കളെങ്ങനെ കുറേ നടക്കും, കുറേ ഖുർആൻ ഓതും. ഞാനും അങ്ങനെ തന്നെ. നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹസാഗരം പരലോകത്തേക്ക് ഇഖ്ലാസോട് ചെയ്താൽ അത് മതി. വഴിയോരത്ത് കിടക്കുന്ന ഉമ്മമാരെ എടുത്തുകൊണ്ട് വരിക, കുളിപ്പിക്കുക, മരുന്ന് വെച്ച് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ഭക്ഷണം വാരി കൊടുക്കുക, അത് മതി. പക്ഷേ മുത്തഅല്ലിമീങ്ങൾ വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉസ്താദിനോടൊപ്പം ചേർന്നൊരു സ്ഥാപനം മാഷാ അല്ലാഹ് അത് റാഹത്താക്കിയത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ആ സ്ഥാപനം കിളിമാനൂർ എന്ന സ്ഥലത്ത് നടക്കുന്നത്. അസ സാഹിബ് വന്നിട്ടില്ല, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ സ്ഥാപനമാണ്, നല്ല ഭംഗിയാണ്, ഒരുപാട് രസമാണ് അവിടുത്തെ കാര്യങ്ങൾ, പെട്ടെന്ന് നടന്നു പോകും. അപ്പോൾ ഇത് മുത്തഅല്ലിമീങ്ങളുടെ ഉണ്ടെങ്കിലാണ് റാഹത്ത്. എല്ലാ ഉസ്താദുമാരെ ആഗ്രഹമാണ് മരിക്കുമ്പോൾ ഉസ്താദുമാരുടെ
ഖബറിൻ്റെ ചാരത്ത് മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാവുക എന്നത്. അള്ളാഹുവേ, അത് വേണ്ടുവോളം പടച്ചോനെ ഈ പ്രിയപ്പെട്ടവർക്ക് നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഈ മക്കളെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, അബ്ദുറഹീം എന്ന സഹോദരന് വേണ്ടിയിട്ട് ഈ തഹ്ലീൽ അവിടുത്തെ ഹദറത്തിലെത്തിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവേ, പടച്ചവനെ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അബ്ദുറഹീം എന്ന സഹോദരന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിന്റെ കൂലി നീ കൊടുക്കണേ റഹ്മാനേ. ആ സഹോദരൻ ഏത് കാലത്ത് മരണപ്പെട്ടു പോയാലും അവിടുത്തെ ഖബറിലേക്കും ഇതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാ. ഈ മഹാനുഭാവന്റെ ചാരത്ത് പഠിക്കുന്ന മക്കളുടെ ഒരു വർഷത്തെ ഭക്ഷണം, അവരുടെ നിസ്കാരം, അവരുടെ ജീവിതം അത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. എന്നാലും ഒരു 30,000 രൂപ എന്ന് പറഞ്ഞപ്പോ ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ പറഞ്ഞ അബ്ദുറഹീം എന്ന സഹോദരന് 2 ലോകത്തും നീ നാണം കെടുത്തല്ല അല്ലാ, തലകുനിക്കാൻ ഇടവരുത്തല്ല അല്ലാ. അൽഹംദുലില്ലാഹ്. ലൈവിലൂടെ മരണപ്പെട്ട ഉപ്പാക്കും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സൽമാൻ ചെറിയൻകീഴ് ലൈവിലൂടെ ഒരു കുട്ടി ഏറ്റെടുത്തിരിക്കുന്നു 30,000 രൂപ. ചെറിയൻകീഴ് എൻ്റെ നാടാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയാൻ എനിക്ക് കഴിയില്ല, പക്ഷേ കൊടുക്കുന്ന ആളുകൾ ഉണ്ട്. മാഷാ അല്ലാഹ്. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട വാപ്പാക്കും കുടുംബത്തിനും ദുആ ചെയ്യാനാണ്. അള്ളാഹുവേ, ഇവിടെ ചൊല്ലുന്ന ദിക്റ് കൊണ്ട് ആ സൽമാൻ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഉപ്പായുടെയും ബന്ധുക്കളുടെയും ഖബർ വിശാലമാക്കണേ അല്ലാ. അതിന്റെ പ്രതിഫലം ഇന്നത്തെ ലൈവ് കണ്ടതുകൊണ്ടാണ് ആ സഹോദരൻ പറഞ്ഞത്. അതിന്റെ പ്രതിഫലം ലൈവ് സ്പോൺസർ ചെയ്ത ജാബർ എന്ന സഹോദരനും കുടുംബത്തിനും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, 30,000 രൂപ ഒരു കുട്ടിക്ക് വേണ്ടി പറഞ്ഞ സൽമാൻ എന്ന സഹോദരന് അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ. ആ സഹോദരന് ഖൈർ കൊടുക്കണേ അല്ലാ. ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പൊന്നാര ഉപ്പയുടെ ഖബർ അല്ലാഹുവേ സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഞാനൊന്ന് തുടങ്ങി വെക്കാം എന്ന് ഇങ്ങനെ വിചാരിച്ചതാണ്, പക്ഷേ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്ന്. എൻ്റെ വാദമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനൊന്നും ഉണ്ടാവില്ല. ആകെ വന്നിട്ട് ആരെങ്കിലും കുറച്ച് സ്വതക്ക് കൊടുത്ത് അതിൻ്റെ കൂലി എനിക്ക് കിട്ടുമെന്നും പറഞ്ഞാൽ ഞാൻ പറയാം. നിങ്ങളെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ ആളല്ല. ഇവിടെ എല്ലാവരും ഉസ്താദുമാരും എന്നെക്കാൾ പഠിച്ചിട്ടുള്ളവരൊക്കെയാണ്. അൽഹംദുലില്ലാഹ്. ശരി ശരി. മനസ്സിലായി, നേരത്തെ മനസ്സിലായി. അൻസാർ സാഹിബ്. അല്ലാഹ്, പേര് പറയാത്ത ഒരാൾ മാഷാ അല്ലാഹ് ഒരു കുട്ടി ഏറ്റെടുത്തിരിക്കുന്ന 30,000 രൂപ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ചൊല്ലുന്ന ദിക്റല്ല. ഈ വരക്കൽ മഖാമിന്റെ ഉറൂസിൽ അവിടത്തെ കാൽച്ചുവട്ടിൽ നിന്നിട്ട് അവിടത്തേക്ക് വേണ്ടി ചൊല്ലുന്നതാണല്ലോ. ഇൽമിന്റെ മജ്‌ലിസിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ഉണ്ടെന്നറിയാ. അല്ലാഹുവേ, പേര് പറയാതെ ആരാണോ ഈ 30,000 നിയത്ത് ചെയ്തത് അവരുടെ പേരില് ഇവിടത്തെ ഹലറത്തിലേക്ക് ആ ദിക്ർ എത്തിക്കണേ അല്ലാഹ്. 70,000 ദിക്ർ ഒരു വ്യക്തിയുടെ ഖബറിന്റെ അകത്തേക്ക് ഹദിയ കൊടുത്താൽ അവിടത്തേക്ക് കിട്ടുന്ന ഗുണങ്ങളുടെ എത്രയോ ഇരട്ടി ശ്രേഷ്ഠത ഈ മഹാനുഭാവന് കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ വലിയ സ്ഥാനവും വലിയ പദവിയും കൊടുത്ത് അല്ലാഹുവേ അതിന് കാരണക്കാരായ പാവപ്പെട്ട ഞങ്ങൾക്ക് അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവിടത്തേക്ക് വേണ്ടി യാസീൻ ഓതുമ്പോ എത്ര കൂലിയാ കിട്ടുന്നത്, അവിടത്തേക്ക് വേണ്ടി ഈ വിക്ർ ചൊല്ലുമ്പോ അതിനേക്കാൾ ഇരട്ടി കൂലി ഈ പാവങ്ങൾക്ക് നീ കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ, അൻസാർ എന്ന സഹോദരൻ ആദ്യം പറഞ്ഞിരുന്ന സഹോദരനാണ്. ആ സഹോദരന് ഹെർണിയ സംബന്ധമായിട്ട് പടച്ചവനെ ഒരു സർജറി നടക്കാനുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ചെറിയ സർജറി ആണെങ്കിലും പടച്ചവനെ സർജറിയല്ലേ. അതുകൊണ്ട് ആ ഒരു നീയത്ത് ഈ പഠിക്കൽ വെച്ചിട്ടാണ് ആ സഹോദരൻ സ്വതക്ക ചെയ്തിരിക്കുന്നത്. നിന്റെ കാവല് കൊടുക്കണേ അല്ലാ, ഈ മണ്ണിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാ, ഒരു വേദനയും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ. അൽഹംദുലില്ലാഹ്. റിസാജ് അല്ലേ, മരണപ്പെട്ട ഉമ്മയുടെ പേരിൽ 30,000 രൂപ. ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. ഉമ്മ പോയാ പോയില്ലേ, അപ്പൊ ആ ചിന്ത മനസ്സിലിങ്ങനെ നീറ്റലാണ്. ആരുടെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് സങ്കടമല്ലേ. അപ്പൊ പിന്നെ നമ്മുടെ ഉമ്മ ആവുമ്പോഴോ, ആരുടെ ഉമ്മ ഒരു സ്ഥലത്ത് ഉസ്താദേ എൻ്റെ ഉമ്മ മരിച്ചു ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ നെഞ്ചു പൊട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം ഉമ്മയാണെങ്കിലോ ആലോചിക്കുക. ആ പ്രിയപ്പെട്ട ഭാഗ്യമുള്ള ഉമ്മാക്ക് വേണ്ടി ഭാഗ്യമുള്ള മുത്തമണിയായ പൊന്നിമോൻ റിസാജ് മാഷാ അല്ലാഹ് ഒരു കുട്ടിയുടെ ചെലവ് ഉമ്മാക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നു. ആ ഉമ്മയുടെ ഖബറിലേക്ക് ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലൂ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു റിസാജിന്റെ ഉമ്മാടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ ഖബർ വിശാലമാക്കണേ അല്ലാ. പാപങ്ങളെ പൊറുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. മോനെ, ഉമ്മച്ചിക്ക് സന്തോഷമായടാ. ഖബറിന്റെ കത്ത് പൊന്നുമോനെ, വരക്കൽ മഖാമിലെ കുട്ടിയേറ്റെടുത്തതിന്റെ കൂലി ഉമ്മാക്ക് കിട്ടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു ഉമ്മയാക്കി ആ ഉമ്മാടെ ഖബറിന്റെ അവസ്ഥയെ നീ മാറ്റണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ആദ്യം സ്വതക്ക പറഞ്ഞ ജാബിർ ഉണ്ടല്ലോ, ജാബറിന്റെ ഉപ്പ ഗൾഫിലാണ്. ബഷീർ സഹോദരൻ, ബഷീർ എന്ന സഹോദരൻ, അദ്ദേഹം ഗൾഫിൽ നിന്നുകൊണ്ട് പറയുന്നു, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും മോൻ്റെ കൂടെ ഞാനും ഒരു കുട്ടിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. 30,000 രൂപ. അള്ളാഹുവേ, പടച്ചവനെ, റബ്ബേ. ഇപ്പം അവർ മനസ്സിലാക്കുന്ന എന്താണെന്നറിയാം, അവർ തൃശ്ശൂരൊക്കെ സമസ്തയ്ക്ക് കൊണ്ട് ഒരുപാട് ഹിദ്മത്ത് ചെയ്യുന്നല്ലേ. അപ്പം അവർ മനസ്സിലാക്കുന്നത് എന്താ, തറവാട്ടിലൊരു പരിപാടി നടന്നിട്ട് സഹായിക്കാതെ നാട്ടിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ആലോചിച്ച് നോക്ക്. തറവാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ സഹായിക്കാതെ നാട്ടിൽ ഭയങ്കര സമസ്തക്കാരനായിട്ട് നെഞ്ഞും വിരിച്ച് കിടന്നിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ സ്വതക്ക. നമ്മളെല്ലാവരും നാട്ടിൽ ഭയങ്കര സമസ്ത, ഭയങ്കര ഇതാണ്. അതിൻ്റെ കേന്ദ്രമല്ലേ ഇത്? സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കേന്ദ്രം മാറ്റിയാ അതിൻ്റെ തറവാടല്ലേ ഇത്? അപ്പം അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് ലൈവിലൊക്കെ ആൾക്കാരിങ്ങനെ കാണുകയാണ്. ശംസുലമയുടെ അടുത്ത് പോയിട്ട് ഒരു ഉറൂസിൻ്റെ ഒരു കുട്ടിയുടെ ചിലവ് ചോദിച്ചിട്ട് അവിടെ എത്ര സമസ്തക്കാരുണ്ട്, ഒരു കുട്ടി ഏറ്റെടുക്കാൻ അവിടെ ആരുമില്ല എന്ന് ലൈവിൽ ഒരു കാലത്തും അല്ലാഹുവേ ആളുകൾക്ക് പറയാൻ നീ ഇട കൊടുക്കല്ല റബ്ബേ. ഹൃദയത്തിൽ സമസ്തയുള്ളവർക്ക് പൈസയേക്കാൾ വലുത് സമസ്തയാണ്. ഏറ്റവും വലുത് ഈ മഹാന്റെ പൊരുത്താണ്. അതുകൊണ്ടല്ലേ ഈ പൈസ 30,000 എന്ന് പറഞ്ഞാൽ മാങ്ങ പറിക്കണ പോലെ പറിച്ചെടുക്കുന്നതല്ല, ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. 30,000 രൂപ ഈ കാലഘട്ടത്തിൽ ബിസിനസ് നടത്തി ഉണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ട്. ആ പൈസയാണ് കൊടുക്കുന്നത്. ബഷീർ എന്ന സഹോദരൻ. ശരി ശരി. അപ്പൊ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നുകൂടി മക്കളെ ചൊല്ലു, മക്കളെ ചൊല്ലു ചൊല്ലു ചൊല്ലു. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനെ, മുത്തുമണികളെ പോലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളിൽ ഒരാള് എനിക്കും കൂടി വേണമെന്ന് പറഞ്ഞ ബഷീർക്ക് അല്ലാഹുവേ ആ സഹോദരന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ, കുടുംബജീവിതത്തിൽ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. നീ കൊടുത്ത പ്രതാപവും പരിശുദ്ധിയും ഒരു കാലത്തും നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ബന്ധുമിത്രാദികൾക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ഒരു രോഗവും കൊടുക്കല്ലേ അല്ലാ. സിഹ്റ്, ഐന്, ശർറ്, ഇൽമ്, ഹസദല്ല ഈ സ്വതക്കയുടെ കറാമത്ത് കൊണ്ട് ബാത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ,
ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ബന്ധുമിത്രാദികളുടെയും ഖബർ അല്ലാഹുവേ വിശാലമാക്കണേ അല്ലാ. അവരെ സ്വർഗത്തിന്റെ കവാടം ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാ. ആ ഖബറാളികളെ ആരെയും ഖബറിന്റെ അകത്ത് ശിക്ഷിപ്പിക്കല്ല അല്ലാ. അൽഹംദുലില്ലാഹ്. പടച്ചോനെ കബൂലാക്കണേ അല്ലാഹ്. ആകെ പ്രതീക്ഷയുള്ള ഏറ്റവും വലിയ സ്ഥലത്തിൽ ഒന്നിതാണ്. അതുകൊണ്ട് കബൂലാക്കണേ പടച്ചോനെ. ഒറ്റ ഹദീസിന്റെ അടിസ്ഥാനത്തിലെങ്കിലും മഴ പെയ്യുമ്പോൾ ചെയ്യുന്ന ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഞങ്ങളുടെ ജഹലിയത്ത് കൊണ്ട് ഞങ്ങളെ മാറ്റിയാലും, ഞങ്ങളുടെ ഈമാൻ കുറവ് കൊണ്ട് ഞങ്ങളെ ചവിട്ടിയെറിഞ്ഞാലും, ഇബാദത്ത് കുറവായതുകൊണ്ട് വാതിലടച്ചാലും, ആ ഒരു ഹദീസ് ഈ ഹദറത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അതിന്റെ മഹത്വം കൊണ്ടെങ്കിലും ഈ സംഘത്തെ നീ കബൂലാക്ക റബ്ബേ. കോരിച്ചൊരിയുന്ന മഴയായിരുന്നിട്ട് പോലും ഞാൻ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അൽഹംദുലില്ലാ, ഞാൻ വന്നത് നമ്മുടെ കോഴിക്കോട്ടെ ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ, മുക്കം നൗഷാദ് സാഹിബ്, അതുപോലെ ഡയലോഗ് മൊബൈൽ സെന്ററിന്റെ പ്രിയപ്പെട്ട ഷംസു, അദ്ദേഹമൊക്കെ വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഈ ഉറൂസിന് ഇവിടുത്തെ കസേരയിൽ വന്നിരിക്കുന്നുണ്ട്. അതാണ് അവരുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം. അല്ലാതെ അവരെങ്ങനെ ബിസിനസ്സായിട്ട് ഓരോ ദിവസം അങ്ങനെ കമ്മിറ്റി മീറ്റിംഗ് ആയിട്ട് പോവല്ല. അതിൻ്റെ കൂടെ സമസ്ത ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ആ സാധു കൊടുവള്ളി, അവരൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വരുമ്പോൾ കുറേ സഹോദരിമാരെങ്ങനെ നനഞ്ഞിട്ട്, മഴ പെയ്യുമ്പോൾ നനഞ്ഞിട്ട് സൈഡിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ ആളുകളൊക്കെ വരും, മഴയാണെങ്കിലും അവർക്ക് വരക്കൽ മഖാമിന്റെ പ്രോഗ്രാം അല്ലേ, അങ്ങനെ കഷ്ടപ്പെട്ട് വന്നവരെ അല്ലാഹുവേ പടച്ചവനെ നീ ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തല്ലല്ലാ, ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തല്ലല്ലാ, ഒരു സ്ഥലത്തും പരാജയപ്പെടുത്തല്ലല്ലാ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ എല്ലാവരെയും ഓർമ്മിച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നേരത്തെ ഒരു സഹോദരി പറഞ്ഞിരുന്നല്ലോ, പേര് പറയാത്ത ഒരാൾ ഒരു 30,000 പറഞ്ഞല്ലോ, അതൊരു സഹോദരിയാണ്. അപ്പൊ അവരൊരു ആവശ്യം പറഞ്ഞിരുന്നു, ഹാഫിളായ കുട്ടിയുടെ 1 വർഷത്തേക്കുള്ള ചെലവ് ഏറ്റെടുത്ത ഒരു സഹോദരി അൽഹംദുലില്ലാ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാകാൻ വേണ്ടിയും അവർ സ്വതക്ക ചെയ്ത അവരുടെ ഖബർ അവർ മരിക്കുമ്പോൾ വിശാലമാകാൻ വേണ്ടിയുമാണ്. അല്ലാഹുവേ അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണേ അല്ലാ. ആരോരുമില്ലാത്ത ഖബറിന്റെ ഉള്ളറയിൽ വലിയ സന്തോഷം അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. 4 പേര് വരി, കയറി വാ, ഇങ്ങോട്ട് വാ, നിങ്ങൾ നോക്കട്ടെ, പരിചയപ്പെട്ടെ. നിങ്ങൾ കുറേ നേരം കൊണ്ട് സദസ്സിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് നിങ്ങളെ ഈ ഉറൂസിൻ്റെ സ്റ്റേജിൽ വിളിച്ച് പരിചയപ്പെടുന്നതിൽ അഭിമാനമുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൂട്ടുകൂടി നാട്ടിൽ ബഹളയും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മഹാനായ ശംസുലുമയുടെ പേരിൽ 4 പേരും കൂടിയിട്ട് ഒരു കുട്ടി ഏറ്റെടുത്തത് ഏറ്റവും പ്രതാപപരമായ ഭംഗിയുള്ള ബറക്കത്തുള്ള കാര്യമാണ്. അതാ 5ാമത്തെ ഒരു ചോട്ട കൂടിയുണ്ട്, കയറി വാ. മാഷാ അല്ലാ. എന്താ പേര്? ഷാഹിദ്. നാടെവിടെയാണ്? മുക്കം. പിന്നെ അല്ല, മുക്കം നമ്മുടെ മുത്തിൻ്റെ നാടാണ് മുക്കം. എൻ്റെ നൗഷാദ് താമസിക്കുന്ന സ്ഥലം മുക്കം. ഷാഹിദ്. പിന്നെ അടുത്ത ആള് ജസീം. മുക്കം തന്നെ. ഓമശ്ശേരി ജസീം. പിന്നെ മുക്കം തേനൂറ്റി. മാഷാ അല്ലാ. അടുത്തത് മുക്കം. എന്താ പേരെന്താ? ജുറൈജ് മുഹമ്മദ്. പിന്നെന്താ പേര്? ജവാദ്. മുക്കം തന്നെ. ഓമശ്ശേരി. മാഷാ അല്ലാ. 2 ഓമശ്ശേരി 3 മുക്കവും. മാഷാ അല്ലാ. അല്ലാഹുവേ ചെല്ലു ചേട്ടന്മാരാ. മാഷാ അല്ലാ. അല്ലാഹുവേ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു ദുആ വരക്കൽ മഖാമിന്റെ ചാരത്ത് കണ്ടുപഠിക്കൂ ലോകരെ, കണ്ടുപഠിക്കൂ ലോകരെ, കണ്ടുപഠിക്കൂ ലോകരെ. സമസ്തയെന്നത് ഇതുപോലുള്ള ആൺകുട്ടികളുടെ നെഞ്ചത്താണ് പതിഞ്ഞിരിക്കുന്നത്. ശംസുലുലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ഇതുപോലെ ആടിക്കളിക്കേണ്ട പ്രായമുള്ള, ചാടിക്കളിക്കേണ്ട രക്തത്തിളപ്പുള്ള മക്കളുടെ നെഞ്ചത്തേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് ചില്ലറക്കാരനല്ല. അതുകൊണ്ട് ചൊല്ലിക്കോ, ആ മക്കളുടെ പേരിൽ ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ കരുണക്കടലായ നാഥാ, രാജാതിരാജനായ റബ്ബേ, ആ പ്രിയപ്പെട്ട മക്കള് തീരുമാനമെടുത്തല്ലോ, എടാ നമുക്കെല്ലാവർക്കും കൂടി ഒരു ഹിഫ്ള് പഠിക്കുന്ന മോനെ ഏറ്റെടുത്താലോ, ശംസുലുലമയുടെ ചാരത്ത് പഠിക്കുന്ന മക്കളല്ലേ എന്ന് പറഞ്ഞവർ ഏറ്റെടുത്തെങ്കിൽ അല്ലാഹുവേ ഇവിടെ പഠിക്കുന്ന മുഴുവൻ മക്കളുടെയും ഖുർആനിന്റെ പ്രതിഫലം ആ മക്കളുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക്, അവരുടെ ജീവിതത്തിലെ ബന്ധുമിത്രാദികൾക്കൊക്കെ നീ കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ വലിയ വിജയം കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് കാക്കണേ അല്ലാ. നല്ല ജോലിയും ബറക്കത്തും ഇസ്സത്തും റാഹത്തും അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. ഒരു സ്ഥലത്തും അവരെ പരാജയപ്പെടുത്തല്ല അല്ലാ. അൽഹംദുലില്ലാ.
വലിയ സന്തോഷമായിപ്പോയി എനിക്ക്. കാരണം അങ്ങനെ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു പിടപ്പാ. അതങ്ങനെയാണ്, അത് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ്. ഒരു ദിവസം ഞാൻ വെളിയങ്കോട് ഭാഗത്ത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പ്രസംഗത്തിന് ഇങ്ങനെ പോകുമ്പോൾ 7-8 കിലോമീറ്ററാണ് ഒരു പയ്യൻ. അപ്പം വീട്ടിൽ നിന്ന് എന്തോ മല്ലിയും മുളകോ വാങ്ങിക്കാൻ പോയതാ. വണ്ടിക്കകത്ത് ഞാനിരിക്കണ കണ്ടിട്ട് ഈ 2 വീലറിൽ ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്തി സംസാരിച്ചപ്പോൾ ശ്വാസമൊക്കെ വിട്ടിട്ട് ഇങ്ങനെ പറയാം, എത്ര ദൂരത്തു നിന്നാണ് ഉസ്താദ് വരുന്നത്, കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതായത് നമുക്കറിയാലോ ചെറുപ്പക്കാരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർ സിനിമ അതുപോലെ തന്നെ മറ്റ് കായിക താരങ്ങൾ അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കാലത്ത് ഈ സമസ്തയും സുന്നത്ത് ജമാഅത്തും ഉസ്താദുമാരെയൊക്കെ നെഞ്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വലിയ പരിഗണന കൊടുക്കണം. കൊത്തി വലിക്കാൻ കഴുകക്കണ്ണുകളുമായി ധാരാളം ഭൗതിക ആഡംബര ഹറാമിയത്തുകൾ കാത്തിരിക്കുമ്പോൾ ഈ കസേരയുടെ മുറ്റത്ത് എത്ര ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, അതാണ് അവരുടെ മിടുക്ക്. അത് അള്ളാഹു പൂർണ്ണമായും കബൂലാക്കി എല്ലാ കാലത്തും ആ ഹൃദയങ്ങളിൽ ആത്മീയത അള്ളാഹു നിറച്ചു കൊടുക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസീം, ഷാഹിദ് മുക്കം, ഇതന്നെയല്ലേ അവർ? ഇത്രയും പേരല്ലേ ആ പറഞ്ഞ മക്കൾ അല്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ബറക്കത്തിനൊന്ന് തുടങ്ങി വെച്ചു. അൽഹംദുലില്ലാ. ബാക്കിയൊക്കെ നമുക്ക് ഇനി നാളെ കുമ്മനം നിസാമുദ്ദീൻ അസ്സരി അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. വലിയൊരു പണ്ഡിതനായിരുന്നു. അൽഹംദുലില്ലാ. ഉപ്പാടെ ഖബർ ആ മകൻ പറയുന്ന വിജ്ഞാനത്തിൻ്റെയും ഓതുന്ന ഖുർആനിൻ്റെയും ഒക്കെ കൂലി അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇപ്പൊ തന്നെ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും കൊടുക്കണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാം, അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ അത് സംഘാടകർ ഒരു ടെക്നിക്ക് ഇടുന്നതാണ്. കാരണം അങ്ങനെ കൂടെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ചിലപ്പോൾ 30,000 പറയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ഒറ്റ പ്രാവശ്യം കൊടുക്കേണ്ടെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ സംശയം വന്നാൽ ആ സംശയം കൂടെ ഒന്ന് സൈഡിലൂടെ മാറ്റുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറഞ്ഞവർക്കും ഇനി പറയുന്നവർക്കും ഒക്കെ, നാളെയാണെങ്കിലും എപ്പോഴാണെങ്കിലും പറയുന്നവർക്കും ഒക്കെ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് 5,000 10,000 ഒക്കെ ഇവിടെ ഇങ്ങനെ സിയാറത്തിന് വരുമ്പോൾ, കോഴിക്കോട് വരുമ്പോൾ ഒന്ന് ഓഫീസിൽ കയറി ഇത് പറഞ്ഞ പൈസയാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒറ്റ ട്രിപ്പിൽ തന്നെ കൊടുക്കണമെന്നില്ല. ഞങ്ങളന്ന് വാതിന് പറഞ്ഞിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചാൽ മതി. അൽഹംദുലില്ലാ. സഹോദരിമാരെ ഭാഗത്തൊക്കെ ഇന്ന് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ ക്ഷീണവും തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ തണുപ്പൊക്കെ മാറി നല്ല ചൂടായിട്ട് തന്നെ പൈസയൊക്കെ കൊടുക്കാനും എന്ന് പറഞ്ഞാൽ വെറും ഒരു പിരിവല്ല ഈ മക്കാമിലെ ഉറൂസിൻ്റെ പ്രസംഗം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ പ്രസംഗം നിർത്തുന്ന സമയത്ത് ഒരു 10-20 മിനിറ്റ് അതിനു വേണ്ടി എല്ലാ വർഷവും ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിന്, കേരളത്തിലെ ഏത് സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ഇതിന് വരാൻ പാടില്ല എന്ന് വാശിയുള്ളവരാണ് നമ്മൾ, നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൗകര്യത്തിൽ പോലും ഇതിനു വേണ്ടി മെനക്കെട്ടത്. ഞാനിന്ന് നമ്മുടെ ഉസ്താദിനോട് ഇതിൻ്റെ കോളേജിലെ കുട്ടികളുടെ കാര്യമൊക്കെ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ പറഞ്ഞു, ഇന്നിപ്പോൾ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സരസ്വൊക്കെ അല്ലേ, നമ്മൾക്കിപ്പോൾ ഇന്നിപ്പോൾ അത് വേണമെന്നില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഉസ്താദ് സൗകര്യം പോലെ ചെയ്തോളാം, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ബക്കറ്റ് കളക്ഷൻ നടത്തി ഇതിന് കുറേ ചിലവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാം. പക്ഷേ അൽഹംദുലില്ലാ, ഇനി ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ പറഞ്ഞില്ലെങ്കിലും ഇവിടെ ഒരു കുറവുണ്ടാവില്ല. പറഞ്ഞത് അവർക്ക് അള്ളാഹു കൊടുത്ത വലിയ ഭാഗ്യമാണ്. എവിടെയൊക്കെ നിങ്ങൾ കൊടുത്താലും ഈ കൊടുക്കലാവൂലല്ലോ. അൽഹംദുലില്ലാ, അതൊരു വലിയ ഇസ്സത്ത് തന്നെയാണ്. അള്ളാഹുവേ, പടച്ചവനെ, അത് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഒരു 3 സലാത്തൂടെ ചൊല്ലി ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ദുആ ചെയ്യാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അത് ലിസ്റ്റ് പേപ്പർ 1-2 ദുആ വസിയത്ത് മാത്രമേ ഉള്ളതാണ്. മാഷാ അല്ലാഹ്, നല്ല മക്കളാണ്. ഒരു സലാത്തും ദുആയും ആമീനൊക്കെ നല്ല ഉഷാറാണ്. ആരാണ് പാട്ട് പാടുന്നത്? ഏറ്റവും നല്ല പാടണ്ട, ചോദിച്ചതാ. ഏറ്റവും നല്ല പാടുന്ന ആരാ? മാഷാ അല്ലാഹ്, കുരുമുളക് പോലെ മിണ്ടാതിരുന്നിട്ട് അവനാണ് വില്ലൻ. ഏത് പാട്ടാ പാടിയത്? മഞ്ഞുമഴ അറിയോ? പിന്നെ അതാ പനയോല അറിയോ? കേട്ടിട്ടുണ്ടോ? ഏത് പാട്ടറിയാം? ഏത് പാട്ടാ നിനക്കേതറിയാം? പനയോലെ, മഞ്ഞുമഴയും? ഓ ആ, അങ്ങനെ ചോദിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ സദസ്സിൽ. മഞ്ഞുമഴ അറിയാമോ, പനയോല അറിയാമോ, 12ന്റെ പാട്ടറിയാമോ? അതൊരു വലിയ ഭാഗ്യമല്ലേ? അള്ളാഹുവെ അത് നിലനിർത്തി തരണേ പടച്ചോനെ, അള്ളാഹുവെ നിലനിർത്തി തരണേ അല്ലാ. മധു കൊണ്ട് രക്ഷപ്പെടാൻ പടച്ചോനെ തൗഫീക്ക് നൽകണേ അല്ലാ. ഇരിക്കും മക്കളെ, നല്ല മക്കൾ. അള്ളാഹു ഏറ്റവും നല്ല ഹാഫിളും ആലിമുമായി വലിയ സ്ഥാനവും പദവിയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മഞ്ഞും മഴയും
മഴവില്ലും മണിമാണിക്യത്തിൻകല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്ത് റസൂലിന. പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റ ഹബീബിന. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് ലോകത്തല്ല പടച്ച മുഴുവനും. ഈ മഴയുടെ താളം പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തോന്നിപ്പോവും. അതാണ് മഹബത്തിന്റെ പ്രത്യേകത. ഈ മഴയുടെ താളം പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വലാത്ത് ചെല്ലുന്ന പോലെ തോന്നിപ്പോവും. അത് മഹബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആറാമത്തെ കവാടമേതെന്നറിയോ? പൂട്ടേണ്ടത് ബാബുൽ അമൽ, ആഗ്രഹത്തിന്റെ കവാടം. ആഗ്രഹങ്ങൾ 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 പിന്നാലെ പോണ്ട, തുറക്കേണ്ട കവാടം ഏതാണ്? ഇസ്തിഅദാദുൽ യൗമിർ റഹീം. ഈ ലോകത്തിരുന്ന് വിട പറയേണ്ടുന്ന, മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടുന്ന തയ്യാറെടുപ്പിന്റെ വാതിലാണ് തുറക്കേണ്ടത്. മരിക്കൂല എന്ന് പറഞ്ഞ് ഓടി ഓടി ഉണ്ടാക്കി ഉണ്ടാക്കി സമ്പാദിച്ച് അതിന്റെ മുകളിലേക്ക് കയറി കയറി പോകാനല്ല. ഇന്നാണോ മരിക്കുന്നത്, നാളെയാണോ മരിക്കുന്നത് എന്ന് ചിന്തിച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കലാണ് സ്വാലിഹായ മനുഷ്യന്റെ അടയാളങ്ങളിൽ ആറാമത്തതൊന്ന്. മഹാനായ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു പറയുമ്പോ പറക മാത്രമേ ഉള്ളൂ, മഫ്തയും മക്കനയും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലേ? ദാടിയും തൊപ്പിയും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ എത്ര ദൂരത്തായി പോയോ? അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് മുമ്പിലോട്ട് വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വരും ഇൻഷാ അല്ലാഹ്. ഇവിടുത്തെ മഖാമിന്റെ മുമ്പിലെ ഒരു സദസ്സാവുമ്പോൾ കുറച്ച് കയറി നിന്നോളി. അൽഹംദുലില്ലാഹ്. നമ്മുടെ ദ്വീപില്, നമ്മുടെ ലക്ഷദ്വീപിന്റെ മുത്താണ് നാസിം മുസ്ലിയാർ. ദ്വീപിൽ ഒരാളുടെ കാല് നാളെ മുറിക്കുന്നുണ്ട്. അപ്പൊ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ, അവർക്കൊരു ബുദ്ധിമുട്ടും നീ കൊടുക്കല്ല അല്ലാ, ഒരു പ്രയാസവും നീ കൊടുക്കല്ല അല്ലാ, ഒരു സങ്കടവും കൊടുക്കല്ല അല്ലാ. ഒരു പ്രോഗ്രാമിന്റെ പിന്നെ ഒരു നോട്ടീസിന്റെ ഒരു വിവരണം നിങ്ങൾക്ക് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തിരുനാവായ വടക്കേ പല്ലാർ SKSSF യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഹചാരി സെന്റർ പ്രഖ്യാപന ദ്വിദിന മതപ്രഭാഷണ പരിപാടി ഒക്ടോബർ 16, 17 ദിവസങ്ങൾ നടക്കുന്നു. ആദ്യ ദിവസം വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് വാഴക്കാടിന്റെ നൂറെ അജ്മീർ എന്ന ആത്മീയ സദസ്സും, രണ്ടാമത്തെ ദിവസം നാസർ അബ്ദുൽ ഹയ്യ് ശഹാബുദങ്ങൾ, അതുപോലെ അവിടുത്തെ MLA ഉൾപ്പെടെ ഒത്തിരി ആളുകൾ വരുന്നു. രണ്ടാമത്തെ ദിവസം അൽഹംദുലില്ലാ ഈ വിനീതനാണ് പ്രഭാഷണം നടത്തുന്നത്. ആണോ? പേരില്ലല്ലോ, ഞാൻ വിചാരിച്ചിങ്ങനെ. അപ്പോൾ ആദ്യത്തെ ദിവസം വലിയുദ്ദീൻ ഫൈസി, രണ്ടാമത്തെ ദിവസം ഞാനങ്ങനെ ആലോചിച്ച് കൊടുത്ത ഡേറ്റ് അറിയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം വലിയുദ്ദീൻ ഫൈസി, രണ്ടാമത്തെ ദിവസം ഈ വിനീതനും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ തിരുനാവായ വടക്കേ പല്ലാർ SKSSF യൂണിറ്റിൻ്റെ കീഴിലുള്ള മനോഹരമായ പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് ആ പ്രദേശത്തൊക്കെ മക്കൾക്ക് ആവേശം പകരാനും കൂടെ നിൽക്കാനും നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ സ്വതക്ക പറഞ്ഞ സൽമാൻ എന്ന ചെറിയങ്കിലുള്ള സഹോദരൻ അവിടുത്തെ നൗഷാദ് എന്ന ഒരു സഹോദരൻ്റെ മകനാണ്. നൗഷാദ് എന്ന സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സൽമാന്റെ ആ പ്രിയപ്പെട്ട ഒരുപാട് പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ എന്നോടൊപ്പം പോലും നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ മഖാമിന്റെ പരിശുദ്ധിയിൽ അള്ളാഹു ആ സഹോദരന്റെ ഖബർ സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ നിഅ്മത്ത് വഞ്ചി എന്നറിയപ്പെടുന്ന ഇവിടെ മത്സ്യം പിടിക്കാൻ പോകുന്ന ആ വഞ്ചി അൽഹംദുലില്ലാ 2 ചാക്ക് അരി ഇവിടത്തേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഒരുപാട് ബറക്കത്ത് ആ സംവിധാനത്തിന് ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നൂർജഹാൻ വഞ്ചി 4 ചാക്ക് അരി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് അതിന്റെ ഇരട്ടിക്കിരട്ടിയായി ഓരോ ദിവസവും പടച്ചവന്റെ അത്ഭുതമാകുന്ന കടലിൽ നിന്ന് അള്ളാഹു മടക്കി കൊടുക്കട്ടെ. ആമീൻ. മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണം. മനസ്സിന്റെ മുറാദ് ഹാസിലാകണം. മകന്റെ ജോലി പെട്ടെന്ന് ശരിയാവണം. മരണപ്പെട്ട പിതാവ്, വല്യമ്മ, പെങ്ങള്, മൂത്തുമ്മ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ സ്വന്തം ജോലിയുടെ ഖൈറിനും ബറക്കത്തിനും ദുആ ചെയ്യണം. മുഹമ്മദ് നബീലിന് ഖൈറായ ജോലി ശരിയാകാൻ ദുആ ചെയ്യണം. അങ്ങനെ ചെറുതു വലുതായ കുറേ വസിയത്തുകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം അള്ളാഹു വേണ്ട പോലെ പരിഹരിച്ച് റാഹത്താക്കി നടത്തി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ബിസ്മില്ലാ. എല്ലാവരും സ്വലാത്ത് ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മക്കത്തൂ
ഉദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു. ഹസൻ സാഹിബ് കയറി നിൽക്കും ദുആ ഇങ്ങോട്ട് കയറി. നമ്മുടെ നാട്ടിലുള്ളവർ കാണട്ടെ, നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നല്ലേ, കയറി ഇങ്ങോട്ട് കയറി. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിന്നഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മണിമുത്ത് നബിയേ വരാമോ ഒരു മുത്തം കവിളിൽ തരാമോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു പ്രത്യേക ദുആവസിയത്ത് നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് മുജീബ് അസ്ലമി ഉസ്താദ് അവർകൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു ഉമ്മ, ഞങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രഭാഷണങ്ങൾ കാത്തിരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട ആരിഫ ഉമ്മ എന്ന ഒരു സഹോദരിക്ക് ഒരു മുഴ തൊണ്ടയിൽ വന്നിട്ട് ചെറിയൊരു സർജറി അല്ലെങ്കിൽ ചെറിയൊരു ചികിത്സ ആവശ്യം വന്നിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിൽ വെച്ചത് ചെറുതാവണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വരക്കൽ മഖാമിൻ്റെ സവിധത്തിൽ എത്രയെത്ര രോഗം ബാധിച്ചവർ, നിരാശയോടെ വന്ന് ഒടുവിൽ സന്തോഷത്തോടെ മടങ്ങിയവർ, എത്രയോ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൊട്ടിഘോഷിക്കലും ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു മഖാമായതുകൊണ്ട് തന്നെ അടുത്തറിയുന്ന ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ അവിടുത്തെ നേട്ടങ്ങൾ അറിയൂ. അതുകൊണ്ട് ഈ പുണ്യ മജ്ലിസിൽ, റഹ്മത്തിന്റെ മജ്ലിസിൽ, സ്വർഗത്തിന്റെ വേദിയിൽ, മഖാമിന്റെ ചാരത്ത് ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട് തന്നെ അള്ളാഹു വലുതാണെങ്കിലും ആ രോഗം ചെറുതാക്കി ശിഫയാക്കി സലാമത്താക്കി കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാ വേദനകളും സങ്കടങ്ങളും കരുണക്കടലായ റബ്ബ് മാറ്റിക്കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇവിടുത്തെ മിർഷാദ് എപ്പോഴും ഇവിടുത്തെ പ്രോഗ്രാമിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടിലില്ല, ഗൾഫിലാണ്. പക്ഷേ എന്നാലും വലിയ സന്തോഷവും വലിയ ആത്മാർത്ഥമായ ഇഷ്ടവും സമസ്തയോട് ഉസ്താദുമാരോടുള്ള സഹോദരനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഗൾഫിലെ ജോലിയിലൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ നജീബ് എന്ന കണ്ണൂരിലെ സഹോദരൻ്റെ മകള് പനിയും ന്യൂമോണിയയും ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് ശിഫ കൊടുക്കട്ടെ. ഇവിടെ ലൈവ് ചെയ്യുന്ന ഷാഫിയുടെ ജ്യേഷ്ഠൻ്റെ മോളും അതുപോലെ ന്യൂമോണിയാണ്. ഒരുപാട് കുട്ടികൾക്ക് ന്യൂമോണിയ വരുന്നുണ്ട്. അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ഷാഫിയുടെ ഉപ്പ ഈ അടുത്ത സമയത്താണ് വിട പറഞ്ഞു പോയത്. ഈ പരിശുദ്ധമായ വരക്കൽ മഖാമിനെ ഇഷ്ടപ്പെടുന്ന ഷാഫി ആ മജ്ലിസിൽ വന്ന് ഖിദ്മത്ത് ചെയ്യുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ പ്രിയപ്പെട്ട പിതാവിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഹംസ വലിയകത്ത് അദ്ദേഹത്തിനും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ. നമുക്ക് ഈ അടുത്ത സമയത്ത് വിട പറഞ്ഞ നമുക്ക് വളരെ വേണ്ടപ്പെട്ട സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ, കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇപ്പോഴോ വന്ന് പിടിച്ചോ? അതൊക്കെ എൻ്റെ ഇടയിൽ നടന്നോ? അള്ളാഹ് നടന്ന് അറിഞ്ഞില്ലല്ലോ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു വലിയ പാമ്പിനെ അനീഷ് എന്ന സഹോദരൻ വന്ന് പിടിച്ച് കൊണ്ടുപോയി. ഇതിൻ്റെ ഇടയിൽ അതും നടന്നു. പഠിച്ചവനെ നമ്മൾ സോലിഹിങ്ങളെ വാർത്തെടുക്കുന്നതിനിടയിൽ അവരവിടെ പാമ്പ് പിടിക്കായിരുന്നു. അതുകൊണ്ട് അനീഷ് എന്ന സഹോദരനെ അള്ളാഹു അവൻ്റെ കാവൽ കൊണ്ട് സഹായിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾക്ക് ഓടി വരേണ്ട മജ്ലിസല്ലേ. ആകെ കുറച്ച് സഹോദരിമാർ അവർ ഓടിപ്പോയി കാണുമെന്ന് പഠിച്ചവനെ. കാരണം ഇതൊക്കെ ഈ പ്രത്യേകിച്ച് മഴ, നനവ്, പിന്നെ ഇതൊക്കെ വെട്ടിത്തെളിച്ചിട്ടല്ലേ കസേരയൊക്കെ ഇടുന്നത്. അപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചോളി. നാളെ സ്വർണം കൊടുക്കാനൊക്കെ നിയത്ത് ചെയ്തിട്ട് പോയി. അള്ളാഹു തആല കാക്കട്ടെ. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. അർഹമുർ റഹീമായ അല്ലാഹുവേ, ദയാലുവായ പടച്ചോനെ,
കരുണയുള്ള അല്ലാഹ്, നിന്റെ നൂറാനിയത്തിലേക്ക് പറന്നു വന്ന ഒരു മഹാന്റെ ചാരത്തിരുന്നുകൊണ്ടാണ് ജാഹിലീങ്ങളായ അറിവ് കുറഞ്ഞ ബുദ്ധി കുറഞ്ഞ പാവപ്പെട്ട ഞങ്ങൾ കൈനീട്ടുന്നത്. ഇവിടത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നൽകണേ അല്ലാ, എല്ലാം നൽകണേ അല്ലാ. ആ വാക്കിനകത്ത് സർവ്വതും ഉണ്ട് പടച്ചോനെ. അല്ലാഹുവേ റഹ്മാനേ, ഈ പാദത്തിന്റെ ചോട്ടിൽ ഒരുപാട് കാലം ഇങ്ങനെ വരാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. ഒരുപാട് ഉസ്താദുമാര് പ്രസംഗിക്കാനുണ്ടാകുമ്പോ, ഒരുപാട് പ്രഭാഷകന്മാര് കൂടുമ്പോ, എന്നാൽ ഇനി അടുത്ത വർഷം ഞങ്ങൾക്ക് നൗഷാദ് വാക്കവി വേണ്ട എന്ന് തീരുമാനമെടുക്കാത്ത രീതിയിൽ അല്ലാഹുവേ ഈ മഹബ്ബത്ത് നീ നിലനിർത്തണേ അല്ലാ. വെറും ഒരു മുസ്ലിയാരായിട്ടല്ല, ഒരു ആലിമായിട്ടല്ല, ഒരു നേതാവായിട്ടല്ല, ഇവിടെ കിടക്കുന്ന ബഹുമാന്യരെ ഞങ്ങൾ കാണുന്നില്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. ഇന്നൊരു പടുവൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന സമസ്തക്ക് ആദ്യമായി മെഴുകുതിരി കത്തിച്ചതിന്റെ ചോട്ടിലിരുന്ന പ്രിയപ്പെട്ടവരിൽ ഒരാളാണ് അല്ലാഹുവേ. അതുകൊണ്ട് ദുനിയാവിന്റെ ഏത് സ്ഥലത്ത് നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത എന്നൊരു വാക്കു പറഞ്ഞാലും അവിടുത്തെ നോട്ടം ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാ. അവിടുത്തെ നോട്ടം ഞങ്ങളുടെ കൽബിൽ നൽകണേ അല്ലാ. ഈ പാവപ്പെട്ട സാധുവായ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ എത്രയോ വലിയ ഭാഗ്യമാണ് ഈ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് അവിടുത്തെ ചാരത്തിരുന്ന് വാള് പറയുക എന്നത്. അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഇൽമ് അധികരിപ്പിച്ച് നൽകണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ മുഴുവനും നീ പൊരുത്തത്തിലാക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കളെ ആരെയും വഴിതെറ്റിക്കല്ല അല്ലാ. ഈമാനുള്ള തഖ്വയുള്ള അദബുള്ള മര്യാദയുള്ള സ്വലാഹിയത്തുള്ള മക്കളാക്കണേ അല്ലാ. ഈ മഖാമിന്റെ ഉറൂസിന് വന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ വർഷവും വരാ അവരെ നീ തിരഞ്ഞെടുക്കണേ അല്ലാ, തിരഞ്ഞെടുക്കണേ അല്ലാ. ഈ മഖാമിന്റെ മണ്ണിൽ ചവിട്ടിയ കാലുകൾ കൊണ്ട് മദീനയുടെ തിരുമുറ്റത്ത് ചവിട്ടാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഈ മഖാമിന്റെ മുമ്പിൽ വന്ന് ദുആഇനാമീൻ പറയാൻ കൈയുയർത്തുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകളുടെയും കൈകളിലേക്ക് അല്ലാഹുവേ നാളെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗലെന്ന പാനം നീ, ഹൗലുൽ കൗസർ എന്ന പാനം നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഈ ഉറൂസിന്റെ ഖാദിമീങ്ങൾ, സംഘാടക സമിതി വോളണ്ടിയർമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ഖിദ്മത്തിന് എണ്ണിയാൽ ഒടുങ്ങാത്ത കൂലി നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതകാലത്ത് അത്ഭുതങ്ങൾ വിരിയിച്ചവരെ വിട പറഞ്ഞാൽ പിന്നെ അത്ഭുതങ്ങളുടെ എണ്ണമേറുമെന്നറിയാ. പക്ഷെ അവരുടെ ആത്മീയതയുടെ പ്രകാശത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായി ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള അത്ഭുതം ഈ ഹളറത്തിന്റെ ചോട്ടിൽ നിന്ന് നീ നൽകണേ അല്ലാ, നൽകണേ അല്ലാ. അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ ഈമാൻ കുറച്ചുകൂടി കൂടുമല്ല. അവലം തോന്നും യാ മൂസ, നിനക്കെന്റെ അത്ഭുതം കാണണമോ, നീ വിശ്വസിച്ചില്ലേ മൂസ എന്ന് ചോദിച്ചപ്പോ ലിയത്തുമഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണല്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ മനസ്സിന് റാഹത്ത് കിട്ടാനാണല്ല. സമസ്തയുടെ ഒരു പതാക ഒട്ടിക്കുമ്പോ, ഒരു കൊടി ഒട്ടിക്കുമ്പോ, ഒരു പ്രോഗ്രാമിന് വേണ്ടി കസേര പറക്കുമ്പോ ഒരു കുളിരുണ്ടാവാനാണല്ല. ഞങ്ങൾക്ക് ആ അനുഭവം നീ നൽകണേ അല്ല, അനുഭവം നീ നൽകണേ അല്ല. ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ല. അവരെ സംരംഭങ്ങളോ, അവരുടെ ബിസിനസ്, അവരുടെ യാത്ര, അവരുടെ ജോലി, അതിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ല. ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങൾ അല്ലാ, അവരെ മുഴുവനും ഈ ഇൽമിന്റെ ചോട്ടിലേക്ക്, തീരത്തേക്ക് ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇവിടത്തെ സരസിൽ മറക്കല്ലേ എന്ന് പറഞ്ഞവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ.
സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്ത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആലങ്കോട് ഹസൻ സാഹിബ്, അള്ളാഹുവേ, വരക്കൽ മഖാമിന്റെ ഉറൂസിന്റെ ഈ സദസ്സിൽ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പടച്ചോനെ, ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഗൾഫിൽ കഴിയുന്ന മക്കള്, കുടുംബം, എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ അല്ലാ. ആ പ്രവർത്തനത്തിൽ മികവുറ്റ വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈ പവിത്രമായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഇതിനു വേണ്ടി ഓടി നടന്ന് ഈ മഖാമിൽ വന്ന് പ്രസംഗിച്ച് ഇതിവിടെ വന്ന് വാല് കേട്ട് ഇവിടെ സ്വതക്ക ചെയ്ത് അതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, ഞങ്ങൾ മരിക്കുമ്പോ നല്ല ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരുന്നത്, ഞങ്ങൾ ചെയ്ത ഖിദ്മത്ത്, ഞങ്ങൾ സിയാറത്ത് ചെയ്തത്, ഞങ്ങൾ പ്രസംഗിച്ചതല്ല ഹഖായിരുന്നു എന്ന് കൂടെ നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ശബ്ദത്തിൽ അസ്റായിൽ റൂഹ് പിടിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വപ്നത്തില്, ഞങ്ങളുടെ ഉറക്കത്തില്, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹബത്ത് ഞങ്ങൾ കൊടുത്ത, ഞങ്ങളുടെ ഹൃദയം പോലും ഞങ്ങൾ ഇറക്കി കൊടുക്കുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ വാപ്പയെക്കാൾ, ഞങ്ങളുടെ ഉമ്മയെക്കാൾ, ഞങ്ങളുടെ ഭാര്യയെക്കാൾ, ഞങ്ങളുടെ സമ്പാദ്യത്തിനേക്കാൾ ഏറ്റവും 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 അധികം ഞങ്ങൾ പ്രിയം വെക്കുന്ന, ഇഷ്ടപ്പെടുന്ന, മഹബത്തിന്റെ പൂത്തിരികത്തുന്ന ഹൃദയവുമായി സ്വലാത്തിൽ കഴിഞ്ഞുകൂടുന്ന ഞങ്ങളുടെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശഗോപുരമാകുന്ന പൂമുഖമൊന്ന് കാണാൻ അല്ലാഹുവേ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഇവിടെ ബക്കത്തിൽ സ്വതക്കയിട്ടവരല്ലാതെ എഴുതിക്കൊടുത്തവര്, ഇവിടെ ഇഫ്ല് പഠിക്കുന്ന മക്കളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ടവരെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഈ വിനീതന്റെ സ്നേഹസാഗരം അൽഹംദുലില്ലാഹ് ഒക്ടോബർ 13 ഉദ്ഘാടനം ചെയ്യുകയാണ്. എത്ര വർഷക്കാലത്തെ ഓട്ടമാണ്! ഈ മഖാമിന്റെ തിരുമുമ്പിൽ വന്ന് നെഞ്ചു പൊട്ടിയിട്ടാണ് എന്റെ മകൻ മരിച്ച ഈ ഹൃദയവേദന മാറ്റിത്തരണമെന്ന് കരഞ്ഞു ദുആ ചെയ്തത്. അല്ലാഹുവേ, ഇവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ മാസം 13 ഉദ്ഘാടനം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ സ്നേഹസാഗരത്തിന്റെ പ്രവർത്തനങ്ങളിൽ മികവ് നൽകണേ അല്ലാ. ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണമാകാൻ, തണലാകാൻ, അന്നമാകാൻ, കുടുംബമാകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതിന് എല്ലാ മാസവും ഒരു 500 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഒരുപാട് ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അതിനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അങ്ങനെ സഹായിക്കുന്ന ഒരാളെ പോലും നീ വെറുതെയാക്കല്ല അല്ലാ. അവരെ സമ്പത്ത് അധികരിപ്പിക്കണേ അല്ലാ. എല്ലാ രോഗത്തിൽ നിന്നും അവരെ കാക്കണേ അല്ലാ. എല്ലാ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാ. എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. മാസാമാസം അല്ലാഹുവേ സ്നേഹസാഗരത്തെ സഹായിക്കുന്ന 1000, 2000, 5000, 10000 ഒക്കെ തരുന്നവരുണ്ട്. ഒരുപാട് തുക തരുന്നവരുണ്ട്. അല്ലാ, അവരുടെ കൈ ഒരിക്കലും നിരാശയുടെ കയ്യാക്കല്ല അല്ലാ. നഷ്ടത്തിന്റെ കയ്യാക്കല്ല അല്ലാ. ദാരിദ്ര്യത്തിന്റെ കയ്യാക്കല്ല അല്ലാ. ഒരുപാട് ഖൈർ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിക്കുന്ന റഹ്മാനിയ കോളേജിനെ സഹായിക്കുന്നവര് അവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മഹത്തായ സ്ഥാപനത്തിലെ മക്കളെ സഹായിക്കുന്നവര് അല്ലാഹുവേ, അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വിനീതന് നാളെ ആലുവയിലെത്തേണ്ടതുണ്ട്. പകലവിടെയാണ് പ്രോഗ്രാം. അവിടേക്ക് എന്നെ കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ജാബർ എന്ന സഹോദരന്, ആ സഹോദരനെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ജോലിയിൽ ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ നാഥാ. പടച്ചവനെ, ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇവിടെ ഓടിവരാ പാവപ്പെട്ട ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു